ഈ റോഡ് റൂൾസിനെ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താ? അറിഞ്ഞൂടാത്തതുകൊണ്ട്. സിമ്പിൾ. ഡ്രൈവിംഗ് സ്കൂളിൽ 7-8 വർഷമായിട്ട് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നവർ വന്നിട്ടുണ്ട്. അവർക്ക് റോഡ് മാർക്കിംഗ് എന്താണെന്ന് അറിയില്ല, റോഡ് സയൻസ് എന്താണെന്ന് അറിയില്ല. അതിശയിച്ചു പോയി. ലൈക്ക് ഇത്രയും വർഷമായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടർക്ക് ഏറ്റവും ബേസിക് റൂൾസ് അറിയില്ല. സ്റ്റാൻഡേർഡൈസ്ഡ് ഡ്രൈവിംഗ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ ഡ്രൈവ് ചെയ്യുള്ളൂ. കലയല്ല ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മളെല്ലാവരും പറയാറുണ്ട് അല്ലേ, ഡ്രൈവിംഗ് കലയല്ല. ആക്ച്വലി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ സയൻസാണ്, പ്രോസസ്സാണ്. ഈ ബ്രോക്കൺ വൈറ്റ് ലൈൻസ് ആൾക്കാർ പറയുന്നത് ഇവിടെ ആരുടെ നെഞ്ചത്തൂടെ വേണമെങ്കിലും ഓവർടേക്ക് ചെയ്യാം. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ മീനിങ്. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് എങ്കിലും ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ 60% ആൾക്കാർ ലൈസൻസ് ഹോൾഡേഴ്സ് ടെസ്റ്റ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. ചിലർ ഈ ഹാൻഡ്സുകൾ കാണിക്കാൻ കൈ എടുക്കാവും, ബാലൻസ് കയറ്റി പോസ്റ്റിൽ മതിലൊക്കെ ഇടിച്ച് കയറ്റുന്നവരുണ്ട്. പക്ഷെ അവർ പാസ്സാവും. സിഗ്നൽ മാത്രമേ ഉള്ളൂ. സിഗ്നലാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ കൈക്കൂലി കൊടുത്ത് ലൈസൻസ് വാങ്ങി തരുമെന്ന് ചോദിക്കും. ഡയറക്റ്റായിട്ട് ചോദിക്കുവാണ് കസ്റ്റമേഴ്സ്. എന്ന് വെച്ചാൽ അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമില്ല. ഗിയർ ബാഗ് 300-350 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം നമ്മളെ വാച്ച് ഇങ്ങനെ ഒന്ന് അടിക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ചിലപ്പം ഒരു മൈനർ ആക്സിഡൻറ്റ് ഒരു ഫാറ്റൽ ആക്സിഡൻ്റായി മാറാം. അപ്പോൾ എനിക്കും നോർമലി എല്ലാവരെയും പോലെ അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ അടിപൊളി ഡ്രൈവറാണ്. പക്ഷെ ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു. 2 കാര്യങ്ങൾ പറയാം. വിചാരിച്ച് വെച്ചിരുന്നു. ഒന്ന്, ഇപ്പോൾ നമ്മളിവിടെ കൂടെ ഡ്രൈവിംഗ് സ്കൂൾസിൻ്റെ വണ്ടി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ വളവ് എത്തുമ്പോഴും ട്രെയിനർ കയറി ഇങ്ങനെ പിടിക്കും. അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ ലേണറിന് കോൺഫിഡൻസ് വരില്ല. അവർ ഞാനാണോ തിരിക്കുന്നത് അയാളാണോ തിരിക്കുന്നത്. വണ്ടിയുടെ വിൻഷീൽഡിൻ്റെ പുറത്ത് ഫോഗ് വരുന്നു. വൈപ്പർ ഇടുമ്പോൾ പോവും, വീണ്ടും വരും, വൈപ്പർ ഇടുമ്പോൾ പോവും, വീണ്ടും വരും. ആക്ച്വലി എനിക്കതിന് ഉത്തരം അറിയത്തില്ലെന്ന് പറഞ്ഞു. നമ്മുടെ സിലബസിൽ ഏറ്റവും ലാസ്റ്റാണ് ഈ ഹൈവേ ക്രൂസിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉള്ളത്. ഹൈവേയിൽ ഓടിക്കണമെങ്കിൽ അത്ര നല്ലൊരു ഡ്രൈവർ ആയതിനു ശേഷം അവനെ ഹൈവേയിൽ കൊണ്ട് കയറ്റുള്ളൂ. കാരണം ഹൈവേസിലാണ് ഫാറ്റൽ ആക്സിഡൻസ് കൂടുതലുണ്ടാകുന്നത്. അഡാസ് നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നല്ല റോഡ് വേണം. ഇന്ത്യയിലെ ഒരു 4% റോഡിൽ മാത്രമേ ഈ അഡാസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ. പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പുതുതായി വരുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, സ്വന്തമായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് വേണ്ട എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള പ്രോസസ്സ്, ഇതിനെല്ലാം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഫോർ മോർ ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നഗരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട് വികസിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മുടെ റോഡുകളിലുള്ള വികസനങ്ങളാണ്. അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ പുതിയ സിഗ്നൽസ്, പുതിയ റോഡ് മാർക്ക്, ഈ പുതുതായി വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ എത്ര പേർക്ക് കറക്റ്റായി അറിയാം? അതിലുള്ള സൈൻസ്, അതിലുള്ള റോഡ് മാർക്സ്, ഇതെല്ലാം. അതുപോലെ നമ്മൾ ഇരിക്കുന്ന വാഹനത്തിന്റെ സീറ്റിന്റെ പൊസിഷൻ, അതുപോലെ സ്റ്റിയറിംഗിന്റെ പൊസിഷനൊക്കെ മാറ്റുന്നതിൽ നമ്മുടെ ദീർഘദൂര യാത്രകൾ ഇതിലും കംഫർട്ടബിൾ ആക്കാം. ഈ എപ്പിസോഡ് മുഴുവനായി കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സായും റീൽസായും ഇടുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. ഒരു നല്ല ഡിസിപ്ലിൻഡ് ഡ്രൈവർ ആകാൻ എങ്ങനെ പറ്റും എന്നതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് ജിജോ ആണ്. ജിജോ iTurn ഡ്രൈവിംഗ് ട്രെയിനിങ് സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടറും CEO ആണ്. അപ്പം ജിജോ, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. സാധാരണ നമ്മുടെ ഒരു കേരളത്തിലെ ഫാമിലി മിനിമം ഒരു 1-2 വണ്ടി ഉണ്ടാവും. കേരളത്തിലെ റോഡുകൾ കുറച്ച് നാരോയാണ്, ബാക്കി വളരെയധികം കേരളം മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇന്ത്യ ഫുള്ള് ഏകദേശം ഒരുപോലെ. എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. കേരളത്തിലെ റോഡ് ഇപ്പോൾ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ കർണാടകയിലെ വിശാഖപട്ടണത്തൊക്കെ റോഡിലൊക്കെ ഞാൻ ഓൾമോസ്റ്റ് മിക്കയിടത്തും ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ വീതി കുറവാണ് അല്ലെങ്കിൽ വീതി കൂടുതലാണ്, ഗട്ടർ കൂടുതലാണ്, അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എല്ലായിടത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ്. വണ്ടികളുടെ എണ്ണം കുറച്ച് കൂടുതലുണ്ട് എന്ന് തോന്നുന്നില്ല കേരളത്തിൽ. ഡെൻസിറ്റി കൂടുതലാണ്. അത് ബാക്കി സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. ഇവിടെ ഹൗസ് ഹോൾഡ് മീൻസ് ഓരോ വീട്ടിൽ 2 വണ്ടിയും ആവറേജ് ഉണ്ട്. അത്രയും വണ്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ആ ഒരു കൺജക്ഷൻ ഇപ്പോൾ ട്രാഫിക് റൂൾസിലും വരുമ്പോഴത്തേക്കും ഒരു ബ്ലോക്ക് ഉണ്ടാവാനും ഭയങ്കര എളുപ്പമാണ് ഇവിടെ. ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ബ്ലോക്കിന്റെ മേജർ റീസൺസ് എന്ന് പറയാം, ബ്ലോക്ക് കൂടുതലുണ്ടാകുന്ന എവിടെയാണ്? ഇന്റർസെക്ഷൻസിലാണ് അല്ലേ? ഒരു T ഇന്റർസെക്ഷൻ ആണെന്ന് അറിയട്ടെ. T ഇന്റർസെക്ഷനിൽ നമ്മൾ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ റോഡിൻ്റെ, അതായത് 2 ലൈൻ റോഡാണെങ്കിൽ അങ്ങനെ, 4 ലൈൻ റോഡാണെങ്കിൽ എല്ലാത്തിനും ഓരോ പൊസിഷൻസ് ഉണ്ട്. അപ്പം 2 ലൈൻ റോഡിലൂടെ വന്നിട്ട് നമ്മുടെ ലൈനിലൂടെ വരുന്നതെന്ന് വെച്ചോ, ലെഫ്റ്റ് ലൈനിൽ കൂടെ വരുന്നു. അപ്പുറത്തെ റോഡിൻ്റെ ലെഫ്റ്റ് ലൈനിലാണ് നമ്മൾ പോയി കയറേണ്ടത് അല്ലേ? അപ്പുറത്തെ റോഡിൻ്റെ ലെഫ്റ്റ് ലൈനിൽ പോയി കയറേണ്ടത് നമ്മൾ മിക്കവരും റൈറ്റിൽ കൂടെ കൊണ്ട് കയറ്റും അല്ലേ? നേരത്തെ തിരിയണം അവർക്ക്. കാരണം അവിടെ നിന്ന് വണ്ടി വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് തിരിക്കാനുള്ള ഒരു ടെൻഡൻസിയിൽ റോഡ് ശരിക്കും ആ റോഡ് എത്തുന്നതിന് മുന്നേ ഇവർ തിരിക്കും. അപ്പോഴത്തേക്കും അവിടെ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ആണ്. കാരണം അവിടെ നിന്ന് വരുന്ന വണ്ടിയെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്. അവിടെ നിന്ന് വരുന്ന വണ്ടിയെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. 2 വണ്ടി ഇങ്ങനെ സ്റ്റക്കാവും. ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടി ബ്ലോക്ക് ചെയ്യും, അവർ സ്റ്റക്കാവും. ബാക്കിൽ നിന്ന് പറഞ്ഞ വണ്ടി സ്റ്റക്കാവും. ഫുൾ ഡെഡ് ലോക്ക് ആവും.
അത് ഇവിടെ മേജർ റോഡ് ബ്ലോക്സ് ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു ഒറ്റ റീസൺ ആണ്. ബേസിക്കലി റോഡിന്റെ പ്രശ്നമല്ല, കോമൺ സെൻസ് ഇല്ലാത്തതാണ് പ്രശ്നം. റോഡില് ഡിസിപ്ലിൻ ഇല്ലാത്തതാണ് പ്രശ്നം. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ലെയിൻ ഡിസിപ്ലിൻ ഇല്ല. അത് നമുക്ക് ഒരു ഇന്റർസെക്ഷനിലൊക്കെ കറക്റ്റ് നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്ത് ബാക്കിയുള്ളവരെ വിട്ടിട്ട്, ഇപ്പം ഓരോ ഇതുണ്ട്, ലെഫ്റ്റിൽ വരുന്നവർക്ക് പ്രയോറിറ്റി ഉണ്ട്. ഇപ്പം ഈ റൗണ്ട് അബൌട്ട്സിന്റെ കേസിലാണെങ്കിൽ റൗണ്ട് അബൌട്ടിൽ ഓൾറെഡി എൻ്റർ ചെയ്ത ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കണം. അവരെ വിട്ടിട്ട് വേണം നമ്മൾ കയറാൻ. ഇവിടെ അങ്ങനെ ആരും എല്ലായിടത്തും കൊണ്ട് കയറ്റുക, എല്ലാവരും ഞാൻ പോയിട്ട് ബാക്കിയുള്ളവർ പോയാൽ മതി, ആ ഒരു മൈൻഡ് സെറ്റാണ് മിക്കവാറും. അത് തന്നെയാണ് മേജർ ഇഷ്യൂ. അതുപോലെ തന്നെ ഇവിടെ ആക്സിഡൻസും ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ആക്സിഡൻസ് ഉണ്ടാകുന്നതിൻ്റെ റീസൺ പലതാണ്. ചിലപ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ കൊണ്ടുവരാം. അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, അശ്രദ്ധമായ ഡ്രൈവിങ്ങിലും കറക്റ്റായിട്ടുള്ള ഒരു റോഡിൻ്റെ നിയമങ്ങൾ പാലിക്കാതെയും ഒരുപാട് ആക്സിഡൻറ്റ് കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ റോഡ് റൂൾസിനെ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താ ഇവിടെ? അറിഞ്ഞൂടാത്തതുകൊണ്ട്. സിമ്പിൾ. ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഇവർക്ക് ഇവിടെ മിക്കവരും ഡ്രൈവിംഗ് എവിടെ നിന്നാണ് പഠിക്കുന്നത്? ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ലൈസൻസ് എടുക്കും, എന്നിട്ട് പഠിക്കുന്നത് വേറെ ആരെങ്കിലും ഒക്കെ. അത് വളരെ കറക്റ്റാണ്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി, പുള്ളി എന്നെ എടുക്കാൻ മാത്രം പഠിപ്പിച്ചു, എടുക്കാനും മാത്രം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് വണ്ടി കൈ കിട്ടി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഓൾമോസ്റ്റ് ഞാൻ 10 വർഷമാണ് വണ്ടി ലൈസൻസ് കിട്ടി കഴിഞ്ഞ് വണ്ടി ഓടിക്കാതിരുന്നത്. അതെ, ഈ 10 വർഷത്തിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പഠിപ്പിച്ചത് അല്ലേ? ഇല്ല, ഞാൻ തന്നെ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഈ തന്നെ പഠിക്കുമ്പോൾ അവിടെ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഒക്കെ മിസ്സാവുകയാണ്. അതല്ലെങ്കിൽ ഫ്രണ്ട്സ് പഠിപ്പിക്കുമ്പോൾ അവരും ഇതുപോലെ തന്നെ പഠിച്ചവരായിരിക്കും, ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും. അപ്പോൾ ഇവർ ഈ ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്ത് പഠിപ്പിക്കാൻ ആരും ഇല്ല സത്യം പറഞ്ഞ ഇവിടെ. ഇപ്പം ഞങ്ങളുടെ കമ്പനിയിൽ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, ഈ ട്രെയിനേഴ്സിന് ഇൻ്റർവ്യൂ എടുക്കും. അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ 7-8 വർഷമായിട്ട് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നവർ വന്നിട്ടുണ്ട്. അവർക്ക് ഈ ബേസിക് റോഡ് റൂൾസ്, റോഡ് മാർക്കിംഗ് എന്താണെന്നറിയില്ല, റോഡ് സയൻസ് എന്താണെന്നറിയില്ല. ഞാൻ തന്നെ അതിശയിച്ചു പോയി. ലൈക്ക് ഇത്രയും വർഷമായിട്ട് ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു ഇൻസ്ട്രക്ടർക്ക് ഏറ്റവും ബേസിക് റൂൾസ് അറിയില്ല. എടുക്കാനും പഠിച്ചാൽ മതിയല്ലോ, ലൈസൻസ് കിട്ടിയാൽ പോരല്ലോ. അതുകൊണ്ടാണ് എന്താ പറയുക, ഈ പറയുന്ന കണക്ക് ആക്സിഡൻസ്, ഇപ്പം എന്താ ഫോർ എക്സാമ്പിൾ ഒരു റോഡ് മാർക്കിംഗ് ഉണ്ട്, അപ്രോച്ചിങ് ഡിവൈഡറിന്റെ റോഡ് മാർക്കിംഗ് ഉണ്ട്. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വൈറ്റ് റോഡ് മാർക്കിംഗ് ഉണ്ടാവും. ഈ റോഡ് മാർക്കിംഗ് ഉണ്ടായിട്ടും എല്ലാവരും ഡിവൈഡർ കൊണ്ട് ഇടിച്ച് കയറ്റും അല്ലേ? അത് കാരണം ഈ റോഡ് മാർക്കിംഗ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും കൊണ്ട് ഇടിച്ച് കയറ്റില്ല. അവർ ഈ മാർക്കിംഗ് കാണുമ്പോൾ മനസ്സിലാക്കും, ഓക്കെ ഐ എം അപ്രോച്ചിങ് എ ഡിവൈഡർ, ഐ ഹാവ് ടു കീപ് ലെഫ്റ്റ് എന്ന് മനസ്സിലാക്കി ലെഫ്റ്റിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അറിഞ്ഞൂടാത്തവരാണ് ഇത് കൊണ്ടിടിക്കുക. പിന്നെ നമ്മുടെ ഈ സ്റ്റോപ്പ് സൈൻ ബോർഡ് ഇല്ലേ, ഒക്ടഗണൽ ഷേപ്പിലുള്ള ഒരു സൈൻ ബോർഡ്, ഈ സ്റ്റോപ്പ് സൈൻ ബോർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഈ ഒരൊറ്റ സൈൻ ബോർഡ് ശ്രദ്ധിക്കാതെ ഏകദേശം 11% ആക്സിഡൻസ് ഉണ്ടാകുന്നതെന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ സ്റ്റോപ്പ് സൈൻ ബോർഡ് വെച്ചിരിക്കുന്ന മിക്ക സ്ഥലങ്ങളും ഒരു വിസിബിലിറ്റി കുറഞ്ഞ ഇന്റർസെക്ഷനിലായിരിക്കും ഈ സ്റ്റോപ്പ് സൈൻ, അല്ലെങ്കിൽ ഒരു മേജർ റോഡ് അപ്രോച്ച് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. ഇപ്പോൾ ഇവിടെ 2 സൈഡ് മതിലാണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന റോഡിന്റെ 2 സൈഡ് മതിലാണ്, ഇവിടെ ഒരു റോഡാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് ആ റോഡിൽ നിന്ന് വരുന്ന വണ്ടിയെ കാണണമെങ്കിൽ നമ്മളിപ്പം കാറിൽ ഫ്രണ്ട് ബോണറ്റ് ഉണ്ടല്ലോ, ഈ ബോണറ്റ് കൊണ്ട് നേരെ റോഡിൽ അപ്പുറത്തെ റോഡിൽ കയറ്റിയിട്ട് ഇങ്ങനെ എത്തി നോക്കും ഇവിടുത്തെ ആൾക്കാർ അല്ലേ. അതൊരു മേജർ ആക്സിഡന്റ് റീസൺ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ബോണറ്റിന്റെ കാര്യം ഓർക്കണം. നമ്മൾ ഒരു ലൈൻ ഉണ്ടാവും അവിടെ, ആ ലൈനിന് മുന്നേ വണ്ടി നിർത്തിയിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് മുന്നോട്ട് പോയി ഹോണൊക്കെ അടിച്ച് മുന്നോട്ട് പോയി പതുക്കെ വിസിബിലിറ്റി വരുന്നത് വരെ വളരെ ഡെഡ് സ്ലോയിൽ പതുക്കെ പോയിട്ട് വിസിബിലിറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ ആ റോഡിലോട്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു മേജർ ഇതാണ്. പിന്നെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഒബ്വിയസ്ലി ഒരു റീസൺ ആണ്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 4 to 5% അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. പിന്നെ പോട്ടോൾസ് ഒരു റീസൺ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ട് ഒരു മോർത്തിൻ്റെ ഒരു റിപ്പോർട്ട്, ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഇതിൻ്റെ ഗൈഡ് ലൈൻസിൻ്റെ ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അവർ പറയുന്നത് 78% ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ് ഒക്കർ ചെയ്യുന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഡ്രൈവറിൻ്റെ ബിഹേവിയർ ആണ്. അതായത് അൺസേഫ് ഡ്രൈവിംഗ് ബിഹേവിയർ. ഇതെല്ലാം കുറേ ഫാക്ടേഴ്സ് വരാം. പിന്നെ അതിൽ വരുന്ന ഒരു മേജർ ഇതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഹാബിറ്റ്. അത് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പം തന്നെ നമ്മൾ കുറേ ഹാബിറ്റ്സ്, ചിലർ എന്തോ ഫുൾ ടൈം ആക്സിലറേറ്ററിലായിരിക്കും റൈറ്റിലേക്ക് വയ്ക്കുക, ചിലർ ഫുൾ ടൈം ലെഫ്റ്റ് ലെഗ് ക്ലച്ചിൽ വെച്ച് ഓടിക്കും, ചിലർ തറയിൽ വെച്ച് ഓടിക്കും. അങ്ങനെ പലർക്കും പല ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹാബിറ്റ്സ് വൺ ഓഫ് ദ മേജർ റീസൺ ആണ് ഈ റോഡ് ആക്സിഡൻസിന്. ഈ ഹാബിറ്റ്സ് എവിടെ നിന്നാണ് വരുന്നത്? പഠിക്കുന്നിടത്തു നിന്നാണ് വരുന്നത് അല്ലേ? ഈ പ്രോപ്പറായിട്ട് ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും പല പല ഹാബിറ്റ് ഉണ്ടാക്കില്ല, എല്ലാവർക്കും ഒരൊറ്റ ഹാബിറ്റേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡൈസ്ഡ് ഡ്രൈവിംഗ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ ഡ്രൈവ് ചെയ്യുള്ളൂ. കലയല്ല ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മളെല്ലാവരും പറയാറുണ്ട് അല്ലേ, ഡ്രൈവിംഗ് കലയാണ്. കലയല്ല ആക്ച്വലി, ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ സയൻസാണ്, പ്രോസസ്സാണ്. അതായത് കലയെന്ന് പറയുമ്പോൾ നമുക്കവിടെ ക്രിയേറ്റിവിറ്റി ഇടേണ്ട ഒരു സാധനമാണ് കല. അത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവരാം. ഡ്രൈവിംഗിൽ അങ്ങനെ പുതിയതായിട്ട് കൊണ്ടുവന്നാൽ അത് അപകടമാണ്.
നമ്മൾ പുതിയതായിട്ടൊന്നും കൊണ്ടുവരണ്ട. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. പക്ഷെ ആ സ്റ്റാൻഡേർഡ്സ് പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ടാണോ ഈ ഇന്ത്യയിൽ 10-20 വർഷം വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ദുബായിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ലൈസൻസ് എടുക്കാൻ നോക്കുമ്പം 8 നില പൊട്ടുന്നത് അതുകൊണ്ടാണോ? അതെ, അതൊരു റീസൺ തന്നെ ആയിരിക്കും. ഇവിടെ പ്രോപ്പറായിട്ട് ലൈൻ ഡിസിപ്ലിൻ ഒന്നും നോക്കാറില്ല. തോന്നിയ പോലെ തിരിക്കും, തോന്നിയിടത്തൂടെ പോവും. അവിടെ ഇപ്പം അങ്ങനെ പറ്റൂലല്ലോ. അവിടെ എൻ്റെ ഫ്രണ്ട് ഈയിടയ്ക്ക് പുള്ളിക്ക് ഒരു 40 വർഷം ഇവിടെ ഇന്ത്യയിൽ വണ്ടി ഓടിച്ച് നല്ല പരിചയമുള്ള, നല്ല വണ്ടി എല്ലാ ദിവസവും വണ്ടി ഓടിക്കുന്ന ആളാണ്. ദുബായിൽ പോയിട്ട് ഇതുപോലെ ലൈസൻസ് എടുക്കാൻ നോക്കി 2 തവണ ഫെയിലായി. അത് എത്ര പേര് ഇവിടെ എനിക്ക് ഞങ്ങളുടെ ഇപ്പം എൻ്റെ ഒരു കസിനുണ്ട്. പുള്ളിയൊക്കെ 18 വയസ്സൊക്കെ തികയുന്നതിന് മുന്നേ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ദുബായി പോയിട്ട് 4 വട്ടം പൊട്ടി. പക്ഷേ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഫസ്റ്റ് കസ്റ്റമർ നമ്മുടെ ഐറ്റൻ്റെ. ഇവിടെ നമ്മളെ അടുത്തുനിന്ന് പഠിച്ചു, വെറും 10-15 ക്ലാസ് കണ്ട് വന്ന് പഠിച്ചു, ലൈസൻസും എടുത്തു. അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ആൾ ദുബായി പോയി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആൾക്ക് ലൈസൻസ് കിട്ടി ദുബായിൽ. അത് നമുക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ഒരു മഹത്വം ശരിക്കും അപ്പോഴും മനസ്സിലായി. എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. ലൈക്ക് നമ്മൾ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് ഇത് എന്താ, ലൈൻ കീപ്പ് ചെയ്ത് ഡിസിപ്ലിനായിട്ട് ഡ്രൈവ് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പൊസിഷനുണ്ട് ഓരോ മൊമെൻറ്റിലും. നമ്മുടെ വണ്ടി റോഡിൽ ഇപ്പോൾ ഇൻ്റർസെക്ഷൻ ആയിട്ടൂടെ എന്തോ ആയിക്കോട്ടെ, വണ്ടി ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഇന്ന പൊസിഷൻ ആയിരിക്കണം. ലൈൻ അനുസരിച്ചും റോഡ് അനുസരിച്ചും ഒക്കെ ഡിഫർ ചെയ്യും. അപ്പോൾ ആ പൊസിഷൻ കീപ്പ് ചെയ്യാനാണ് നമ്മൾ പ്രൈമറിലി പഠിപ്പിക്കുന്നത്. നമ്മുടെ പൊസിഷൻ കറക്റ്റാണ്, സ്പീഡും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആക്സിഡൻസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളിപ്പം ഈ IRC, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് പുതിയ നിയമങ്ങളും പുതിയ സംഭവങ്ങളും ഇറക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് അവർ 2023-2025 ഗൈഡ് ലൈൻസ് ഇറക്കി. അപ്പം ഈ മുമ്പേ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ്സിൽ ഈ പുതിയതായിട്ട് വരുന്ന സാധനങ്ങൾ, ഇവർ ഈ പുതിയതായിട്ട് ഇറക്കുന്ന റൂൾസ്, ഈ പുതിയതായിട്ട് ഇറങ്ങുന്ന അത് നമ്മുടെ ഈ ഡ്രൈവിംഗ് സ്കൂളിലുള്ള ടീച്ചേഴ്സ്, അവർ പഠിപ്പിക്കുന്ന ആൾക്കാർ അപ്ഡേറ്റഡ് ആയിരുന്നാൽ മാത്രമല്ലേ സ്റ്റുഡൻസിന് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ എത്ര പേര് അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, ഈ അപ്ഡേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്? അതായത് ഇപ്പം നമുക്ക് അറിയാം, ഓരോ വർഷം കഴിയുന്ന ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അഡാസ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോളൊക്കെ പണ്ടേ ഉണ്ട്, എയർ ബാഗ് വന്നു. അങ്ങനെ നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും ടെക്നോളജി, ഇപ്പം എന്താ EV വന്നു. അപ്പോൾ ഈ IRCയുടെ പുതിയ ഗൈഡ് ലൈൻസിൽ ഒരു ബേസിക് സാധനമാണ് ഒരു EV ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് വന്നു. അത് ഇത്രയും കാലം ഇല്ലായിരുന്നു, കാരണം EV ഇല്ലാതെ ഇപ്പോൾ അത് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടെക്നോളജി കൂടുന്തോറും നമുക്ക് ഇതുപോലെ സ്റ്റാൻഡേർഡ്സും മാറ്റേണ്ടി വരും. ഡ്രൈവിംഗ് ഇപ്പോൾ സ്റ്റിയറിംഗ് പിടിക്കുന്നതായാലും പണ്ട് മെക്കാനിക്കൽ സ്റ്റിയറിംഗ് യൂസ് ചെയ്തുകൊണ്ട സമയത്ത് നമ്മൾ 10-2 പൊസിഷനിൽ പിടിക്കുമായിരുന്നു. പിന്നെ മെക്കാനിക്കൽ സ്റ്റിയറിംഗ് മാറി പവർ സ്റ്റിയറിംഗ് ആയി, എയർ ബാഗ് ഒക്കെ വന്നപ്പോൾ നമുക്ക് ആ 10-2 എന്ന് പറയുന്നത് റിസ്കി ആയി. അപ്പോഴത്തേക്കും നമ്മളത് 9-3 ആക്കി. അപ്പം നമ്മൾ ടെക്നോളജി മാറുന്നതനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. സിറ്റി ഡെവലപ്മെന്റ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് അറിയണം നമ്മുടെ റോഡിന്റെ വികസനത്തിലാണ്. റോഡ് വലുതാവും തോറും റോഡിൽ പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കവടിയാർ എന്നുള്ള റോഡുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പുതിയ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ലൈൻസുകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ സൈൻ ബോർഡ്സും പിന്നെ സിഗ്നലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് നേരത്തെ ഉള്ളതിനേക്കാളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതെല്ലാം പുതുമയാണ്. ഈ FM-ലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഈ റോഡ് ഇങ്ങനെ പണി നടക്കുന്നുണ്ട്, അതിൽ ഈ ലൈൻ ഇട്ടിരിക്കുന്നത് ഇതിനാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് എത്തുന്നില്ല. യഥാർത്ഥത്തിൽ പുതുതായിട്ടോ അല്ലെങ്കിൽ ഉള്ള സയൻസസ് ആണല്ലോ. ശരിക്കും ഇത് പുതിയതെന്നൊന്നും പറയാനില്ല. 1989 സെൻട്രൽ മോട്ടോർ വെഹിക്കിളുകളിൽ ഓൾറെഡി ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇപ്പം ഈ വന്നിട്ടുള്ള ഈ റോഡ് സയൻസും റോഡ് മാർക്കിങ്സും ഒക്കെ. ഈ ഹൈവേയിൽ ഒരു കുറെ മഞ്ഞ വര കുറുകെ അത് ആക്ച്വലി ബോക്സ് ലൈൻ മാർക്ക് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോ സ്റ്റോപ്പിംഗ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് അതിൻ്റെ മുകളിൽ ആ വരച്ചിരിക്കുന്ന പോർഷൻ്റെ മുകളിൽ കൊണ്ട് വണ്ടി നിർത്തരുത്. നമുക്കത് മുന്നോട്ട് പോകാൻ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ വര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വണ്ടി നിർത്തണം. എന്നിട്ട് നമ്മുടെ ട്രാഫിക്, നമ്മുടെ ലൈൻ അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട സ്ഥലം ക്ലിയർ ആകുമ്പോൾ നമ്മൾ വണ്ടി എടുത്തൊന്ന് പോകണം. അതിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടെ ഫുൾ കൺജഷൻസ് ഉണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ സൈൻ ബോർഡ്, ആ മാർക്കിംഗ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല ഒത്തിരി റോഡ് മാർക്കിങ്സും ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അപ്രോച്ചിങ് ഡിവൈഡർ റോഡ് മാർക്കിംഗ്, അത് ഇവിടെ എത്ര പേർക്ക് അറിയാം? അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ് മാർക്കിങ്സ് ആണ്. എപ്പോഴും കാണുന്ന സ്ഥിരം റോഡ് മാർക്കിംഗ് ഉണ്ട് ഡാഷ് ലൈൻ. ഈ ഡാഷ് ലൈന് ബ്രോക്കൺ ലൈൻസ്, ബ്രോക്കൺ വൈറ്റ് ലൈൻസ്. ഈ ബ്രോക്കൺ വൈറ്റ് ലൈൻസ് ആൾക്കാർ പറയുന്നത് ഇവിടെ ആരുടെ നെഞ്ചത്തൂടെ വേണമെങ്കിലും ഓവർടേക്ക് ചെയ്യാം. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ മീനിങ്. വൈറ്റ് ലൈൻ അല്ലേ? ആക്ച്വലി ബ്രോക്കൺ വൈറ്റ് ലൈൻ്റെ മീനിങ് യു ക്യാൻ ഓവർടേക്ക് വിത്ത് കെയർ. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്നവരുടെ തന്നെയാണ് അവിടെ പ്രയോറിറ്റി. അല്ലാതെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തൂടെ കയറാന്നല്ല അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇവർ ന്യായീകരിക്കും, ഇവിടെ കൊണ്ട് ലൈക്ക് ഓവർടേക്ക് ചെയ്ത് ആക്സിഡൻസ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ ന്യായീകരിക്കും. ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്, ഞാൻ ഓവർടേക്ക് ചെയ്തു. പക്ഷെ അത് ആക്ച്വലി ബ്ലണ്ടറാണ്.
ഒരു സൈഡ് വൈറ്റ് കണ്ടിന്യൂസ് ലൈനും ഒരു സൈഡിൽ ബ്രോക്കൺ ലൈൻ. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഒരു സൈഡ് ആ കണ്ടിന്യൂസ് ലൈനുള്ള ഭാഗത്ത് ആ ലൈനിൽ വരുന്നവന് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഇപ്പുറത്തെ സൈഡിലുള്ളവനെ ഓവർടേക്ക് ചെയ്യാം. പിന്നെ അത് ഇവിടെ ഒരു റോഡ് മാർക്കിംഗ് നമ്മുടെ കിൻഫ്രയർ പോകുന്ന വഴിക്ക് ലെഫ്റ്റിലോട്ട് റോഡിന്റെ നടുക്ക് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ ആരോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നടുക്ക് ഈ ബ്രോക്കൺ ലൈൻസിന്റെ ഇടയ്ക്ക് ആരോസ് വെച്ചിട്ടുണ്ട്. ഈ ആരോസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം? ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകണം, കീപ്പ് ലെഫ്റ്റ് തന്നെയാണ് അതിന്റെ മീനിങ്. എന്ന് വെച്ചാൽ വര കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സൈഡ് ബ്രോക്കണും ഒരു സൈഡ് കണ്ടിന്യൂസ് ലൈനും കാണും. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആർക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഓവർടേക്ക് ചെയ്ത് അത്യാവശ്യം MC റോഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ പോകുന്ന വണ്ടികൾ നല്ല സ്പീഡിലായിരിക്കും. അപ്പോൾ അവർ റൈറ്റ് കയറി ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, കാരണം അവർക്ക് ഓവർടേക്കിങ് പെർമിസിബിൾ ആണ്. അപ്പോൾ കയറി വരാൻ പിന്നെ കർവും ആയിരിക്കും. അപ്പം കയറി വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ലെഫ്റ്റിലോട്ട് കീപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് അവർ നടുക്കും ഈ മാർക്കിംഗ് ഇട്ടിട്ടുള്ളത്. അതുപോലെ വേറെ സിക്സാഗ് സെൻട്രൽ സിക്സാഗ് ഉണ്ട്. അപ്രോച്ചിങ് സിക്സാഗ് അപ്രോച്ചിങ് റോഡിന്റെ നടുക്കാണെങ്കിൽ അതിനർത്ഥം അപ്രോച്ചിങ് പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. ഈ സിക്സാഗ് എപ്പോഴും കണ്ടാലും മനസ്സിലാക്കിക്കോണം, പെഡസ്ട്രിയൻസ് റിലേറ്റഡ് ആണ്. അതായത് പെഡസ്ട്രിയൻസ് മൂവ്മെന്റ്സ് ഒത്തിരി ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ കൂടുതൽ സിക്സാഗ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമ്മളെപ്പോഴും കോഷ്യസ് ആവണം. പെഡസ്ട്രിയൻ പിള്ളേർ ഇറങ്ങി ഓടി വരും, അല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴാണ് റോഡിലെടുത്ത് ചാടാം. അതിനൊരു കോഷ്യസ് നമ്മൾ അലേർട്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് സയൻസ് ആ റോഡ് മാർക്കിംഗ് ഉള്ളത്. ഇങ്ങനെയുള്ള റോഡ് സയൻസും റോഡ് മാർക്സ് ഒക്കെ ഇവിടെയുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ സാധാരണ പൊതുവെ പഠിപ്പിക്കാറില്ല. ബിക്കോസ് അവരുടെ ബുക്കിലുള്ളത് ഡ്രൈവിങ്ങിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ ലേണേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ബുക്ക് തരും. ആ ബുക്കിനകത്ത് അറിയാമല്ലോ, ആ ബുക്കിനകത്തുള്ള കുറച്ച് സിഗ്നൽസ് ഉണ്ട്, സയൻസ് ഉണ്ട്. ഇത് പണ്ടെടുത്ത കോപ്പി ഇപ്പോഴും മറ്റേ ഫോട്ടോസ്റ്റാറ്റ് അടിച്ച് പിൻ ചെയ്ത് കൊടുക്കലാണ് ഇപ്പോഴും ചെയ്യണത്. ഇപ്പോൾ ഈ ഒരു കാര്യം അപ്ഡേറ്റഡ് ആകാത്തത് എന്തിൻ്റെ പ്രശ്നമാണ്? ഇപ്പോൾ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 800 മുതൽ 1000 വരെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവിടെ ഉണ്ട്, രജിസ്ട്രേഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ. മാമന്മാർ പഠിപ്പിക്കുന്നു, എല്ലാം ഉണ്ട്. അച്ഛന്മാർ മക്കളെ പഠിപ്പിക്കുന്നു, ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ലൈസൻസ് എടുക്കുന്ന സ്കീമുണ്ട്, ആർക്കും പൈസ കൊടുക്കാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി ലൈസൻസ് എടുക്കും എന്ന് ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് പോകുന്ന ഒരുപാട് ടീമുകളൊക്കെ ഉണ്ട്. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് എങ്കിലും ഉണ്ടല്ലോ. കേരളത്തിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ 60% ആൾക്കാർ ലൈസൻസ് ഹോൾഡേഴ്സ് ടെസ്റ്റ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. 60% ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിലുള്ളതാണ്. അപ്പോൾ ടെസ്റ്റ് പോലും അറ്റൻഡ് ചെയ്യാതെ ലൈസൻസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് പഠിക്കുന്നത്? ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും റെഗുലേറ്ററി ബോർഡോ ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇപ്പോൾ രജിസ്ട്രേഡ് ആണെങ്കിൽ അവിടെ ഇതിന്റെ അപ്ഡേഷനോ ഈ പ്രോബ്ലംസ് നമ്മുടെ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ മോർത്ത് ഇത് റിലേറ്റഡ് ഒരു ഗൈഡ് ലൈൻസ് 2020 ഡിസംബറിൽ എല്ലാ ട്രാൻസ്പോർട്ട് കമ്മീഷണേഴ്സിനും അയച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയുന്നത് ഇത് തന്നെയാണ്: ദർ ഈസ് ആൻ അർജന്റ് നീഡ് ടു സ്റ്റാൻഡേർഡൈസ് ദി ഡ്രൈവിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ്. രണ്ടും സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഡ്രൈവിംഗ് എഡ്യൂക്കേഷനും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന രീതി ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. അതുപോലെ ടെസ്റ്റ് ഒരു 100 മീറ്റർ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് കാണിച്ചാൽ മതി, ലൈസൻസ് കിട്ടും. അപ്പം അങ്ങനെയല്ലല്ലോ, ഒരു പ്രോപ്പർ റോഡ് സയൻസും റോഡ് മാർക്കിങ്സും ഈ റൂൾസും റെഗുലേഷൻസും ഇതൊക്കെ അറിയാം എന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ആള്, ഈ കാൻഡിഡേറ്റിന് ഇതെല്ലാം അറിയാമെന്ന് മീൻസ് അത്രയും നല്ല ടഫായിട്ട് ഒരു എക്സാം ടഫാക്കിയാൽ മാത്രം മതി. എക്സാം ടഫാക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡ്രൈവിംഗ് സ്കൂൾസിന് വേറെ ഓപ്ഷൻ ഇല്ലാതാവും. അപ്പോൾ അവർക്ക് പഠിപ്പിച്ചേ പറ്റൂ പുതിയ റോഡ് സയൻസും. നടക്കാതിരിക്കുന്നു. അത് നടക്കാനായിട്ട് ഗവൺമെന്റ്, നമ്മളെ അറിയാലോ, നമ്മുടെ രാജ്യത്ത് ഡെമോക്രാറ്റിക് കൺട്രിയാണ്, എല്ലാം കുറച്ച് ടൈം എടുക്കും. നമ്മുടെ കേരളത്തിലെ MVD അവര് പുലികളാണ്. ഓക്കെ, എല്ലാ കാര്യത്തിലും നല്ല കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നൊരു MVD ഇവിടെ കേരളത്തിലുള്ള. അപ്പോൾ എന്തുകൊണ്ട് ഈ ടെസ്റ്റും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രം ഇത്രയും താഴ്ന്നു? ഇതൊരു 40 വർഷമായിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അത് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡീവിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈവൻ എന്താ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് കുറേ ന്യൂസുകളും പ്രശ്നങ്ങളൊക്കെ കേട്ടില്ലേ, അവർ ട്രൈ ചെയ്യുവാണ്, പക്ഷെ പറ്റുന്നില്ല. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മിനിസ്ട്രി ആണ്, അതായത് മോർത്താണ് ഓരോ ട്രാൻസ്പോർട്ട് കമ്മീഷണേഴ്സിന് ഓരോ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത്, ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നോവേറ്റീവ് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഇന്നോവേറ്റീവ്. അതായത് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് തന്നെ ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുത്തെ MVDക്ക് ഡിസൈഡ് ചെയ്യാം എങ്ങനെ ടെസ്റ്റ് നടത്താം എന്നുള്ളത്. അപ്പോൾ അതിനാണ് പുതിയ ഒരു ഇടയ്ക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവില്ലേ, അതായത് പാരലൽ പാർക്കിങ്ങും ആംഗുലർ പാർക്കിങ്ങും എല്ലാം ചേർന്നിട്ടൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത് ഇന്ന് ആക്ച്വലി അതിനെക്കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു, കോടതിയിൽ അതിൻ്റെ വിധി വന്നു. കാരണം ഇതിനെതിരെ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾസ് എല്ലാവരും
ഈ പുതിയ ടെസ്റ്റിംഗ് രീതികളും ഡാഷ് ക്യാം വരണമെന്നൊക്കെ പറഞ്ഞ ഇതിനെല്ലാത്തിനും ചേർത്ത് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. 15 വർഷത്തിന് മുന്നേ ഉള്ള വണ്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ചേർത്തിട്ട് ഇവർ ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾസ്. അപ്പോൾ അവർ ഇന്ന് വിധി വന്നു, ലൈക്ക് ഇവർക്ക് ഡ്രൈവിംഗ് സ്കൂൾസിന് അനുകൂലമായിട്ടാണ് വിധി വന്നത് ഹൈക്കോർട്ട്. അപ്പോൾ സൊല്യൂഷൻ മോശമായതുകൊണ്ടാണോ ഇനി ഹൈക്കോർട്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ബെറ്റർ സൊല്യൂഷൻ കൊണ്ടുവരണം, ഗവൺമെന്റ് തന്നെ സൊല്യൂഷൻ കൊണ്ടുവരണം. ഈ അടുത്തായിട്ട് വന്ന ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു, അതായത് പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കുറച്ച് റൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചത് ഞാനിപ്പോ 2020 വന്ന ഗൈഡ് ലൈൻസിനെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താ, പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ഇത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം അങ്ങനെയൊക്കെ അല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? അല്ല, അതില് ഇപ്പം സ്വന്തമായിട്ട് ഒരു വലിയൊരു സ്ഥാപനം തന്നെ വേണം, അതിനകത്ത് ടെസ്റ്റ് ഗ്രൗണ്ട് സ്വന്തമായിട്ട് വേണം, അവിടുന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റാണ്. അതിൽ നമുക്ക് ഹെവി അടക്കം പഠിപ്പിക്കണമെങ്കിൽ 2 ഏക്കറും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മാത്രമാണെങ്കിൽ 1 ഏക്കർ സ്ഥലവും വേണം. സ്ഥലം മാത്രമല്ല, അതിനകത്ത് അതിൻ്റേതായ കുറേ ഇൻഫ്രാസ്ട്രക്ചർ അവർ പറയുന്നുണ്ട്. ഓട്ടോമേറ്റഡ് ആയിട്ട് RFID അല്ലെങ്കിൽ വിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് വേണം. അപ്പം ഇതെല്ലാം എന്ന് വെച്ചാൽ അത് ഒരു ഇപ്പം നമുക്ക് ദുബായിലൊക്കെ ഉള്ള പോലെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ദുബായിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ 300-400 ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. അത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പിന്നെ വേറെയും കോഴ്സസ് ലൈക്ക് കമേഴ്ഷ്യൽ വെഹിക്കിൾ കോഴ്സസ്, ഹസാർഡ് വെഹിക്കിൾ കോഴ്സസ്, ഫോക്ക് ലിഫ്റ്റ്, അങ്ങനെ പല കോഴ്സസും നമുക്ക് കോർപ്പറേറ്റ് ലെവൽ കോഴ്സസ് ഉണ്ട്. ഇപ്പം ഈ ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിനൊക്കെ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഓടിക്കുന്നവർക്ക് ഉള്ള പ്രത്യേകം കോഴ്സുകളുണ്ട്. അതൊക്കെ എല്ലാം ഈ റോഡ് സേഫ്റ്റി റിലേറ്റഡ് കോഴ്സുകളെല്ലാം വരുന്ന ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കഴിഞ്ഞ വർഷം 35 ആപ്ലിക്കേഷനോളം ഓൾറെഡി ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇതുവരെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉടനെ സ്റ്റാർട്ടാവും, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ സ്റ്റാർട്ടാവുന്നതാണ് മീൻസ് കിട്ടിയ അറിവ്. ഈ അടുത്തായിട്ട് വന്നതാണല്ലോ ഇപ്പോൾ KSRTC സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഈ ഒരു നിയമത്തിന് തൊട്ട് പുറകെയാണല്ലോ ആ ഒരു പരിപാടി വന്നത്. അതായത് സ്വന്തമായിട്ട് അവരുടെ ഹെവി ബസ്, ഇപ്പം ഞാനും ഹെവി ലൈസൻസ് എടുത്തിട്ടുള്ള, അപ്പം അതെല്ലാം പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള KSRTC ബസ്സിൽ തന്നെയാണ് ഡ്രൈവിംഗ് ഹെവി പഠിപ്പിക്കുന്നത്. അതുപോലെ അവരുടെ തന്നെ പുതിയ കാറുകളിലാണ് ഇപ്പോൾ ഡ്രൈവിംഗ് എല്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഒരു ഗവൺമെന്റ് ആ സംഭവത്തിനെ ഒന്ന് ടേക്ക് ഓവർ ചെയ്ത് അവരുടേതായ ഒരു രീതിയിലോട്ട് ആക്കുന്ന പോലത്തെ ഒരു കണ്ടീഷനാണ് ഇവിടെ വന്നത്. എല്ലാവർക്കും അങ്ങനെയാണ് മനസ്സിലായത്. നമുക്ക് അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് എന്താ സ്റ്റാൻഡേർഡ് ഇപ്പം സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെന്ന് നമുക്ക് അറിയാം പഠിപ്പിക്കുന്ന രീതി. അത് അവർക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് കൊണ്ടുവന്നതാവല്ലോ. ശരി, നിങ്ങൾ മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നില്ല, ഞാൻ പഠിപ്പിക്കാം, ഞങ്ങൾ തന്നെ ഗവൺമെൻറ് തന്നെ ഇത് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചതാവാം. മേ ബി. എന്തായാലും KSRTCക്ക് ഞാൻ ഇതുവരെ കേട്ടെടുത്തോളം നല്ല റിവ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. മീൻസ് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് എനിക്കറിയാം, പോയി പഠിച്ചവർ നല്ല റിവ്യൂസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നല്ല പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് ആണെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ പ്രശ്നമില്ല. ഇപ്പം ആര് പഠിപ്പിച്ചാലും എന്താണ്, ആര് പ്രോപ്പറായിട്ട് പഠിപ്പിക്കണം. നമുക്ക് ഡ്രൈവിംഗ് ഇപ്പം KSRTC നല്ലപോലെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമേഴ്സ് KSRTCയിലോട്ട് പോകും. അപ്പോഴും ബാക്കിയുള്ള ഡ്രൈവിംഗ് സ്കൂൾസിന് അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ലാതെ വരും. അപ്പം ബാക്കിയുള്ളവരും ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് KSRTC ചെയ്യുന്നത് ആക്ച്വലി വളരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ വെച്ചാൽ നമ്മളും ഫസ്റ്റ് ലോഞ്ച് ഇപ്പോൾ KSRTC മുന്നേ നമ്മൾ തുടങ്ങി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഇതുപോലെ ഡ്രൈവിംഗ് സ്കൂൾസിനെല്ലാം അപ്രോച്ച് ചെയ്തു. എന്നിട്ട് അവരെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ട് കുറേ നോക്കി. പക്ഷേ അവരെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിന്, അതായത് ഇത്രയും പഴയ ഒരു രീതി അവർ ഫോളോ ചെയ്ത പഠിപ്പിക്കുക, ഹാൻഡ് സിഗ്നൽ പഠിപ്പിക്കുക, വണ്ടി നിർത്താൻ പഠിപ്പിക്കുക. പക്ഷെ ഇപ്പോൾ ഹാൻഡ് സിഗ്നൽസ് ഒന്നും അങ്ങനെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ KL22 ടെസ്റ്റ് നടക്കുന്നത് നമ്മുടെ ഇവിടെ പാലത്തിൻ്റെ അടിയിലാണ്. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല കോമഡിയാണ്. എന്ന് വെച്ചാൽ ഈ ടൂ വീലറിൽ ചിലവർ നല്ല അടിപൊളിയായിട്ട് ഓടിക്കുന്ന ആൾക്കാരായിരിക്കും, ഓടിക്കാൻ അറിയാവുന്നവരായിരിക്കും. അവർ ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ മറന്നു, അവർ ഫെയിലാവും. ചിലർ ഈ ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ കൈ എടുക്കാവും, ബാലൻസ് കയറ്റി പോസ്റ്റിൽ മതിലൊക്കെ ഇടിച്ച് കയറ്റുന്നവരുണ്ട്. പക്ഷെ അവർ പാസ്സാവും. സിഗ്നൽ മാത്രമേ ഉള്ളൂ. സിഗ്നലാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ ഇപ്പോഴും, ഹാൻഡ് സിഗ്നലാണ്. അത് ഒരിക്കലും ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ആരും ഹാൻഡ് സിഗ്നൽ ഉപയോഗിക്കുന്നു. അപ്പം അവർ എന്തിനാണ് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നതെന്ന് അറിയില്ല. ടെസ്റ്റും സ്റ്റാൻഡേർഡ് അല്ല, പഴയ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവർ അതനുസരിച്ച് ടെസ്റ്റിന് എന്താണോ ചോദിക്കുന്നത് അതല്ലേ സ്കൂളുകാർ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ, വേറെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അവിടെയാണോ പ്രശ്നം? ഇപ്പൊ ഈ പറഞ്ഞ സ്കൂളുകാർ പഠിപ്പിക്കേണ്ടത് ടെസ്റ്റിന് ചെയ്യേണ്ട കാര്യമല്ലേ?
അതെ, ടെസ്റ്റ് സ്റ്റാൻഡേർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് ടെസ്റ്റിന് നമുക്ക് ഇതുണ്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളിൽ ഒരു സിലബസ് ഉണ്ട്. ഈ സിലബസ് അനുസരിച്ച് എല്ലാ ഡ്രൈവിംഗ് സ്കൂൾസും പഠിപ്പിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഉള്ളത്. അപ്പോൾ ഈ സിലബസ് പ്രോപ്പറായിട്ട്, ആ സിലബസിൽ ഉള്ള കാര്യങ്ങൾ റാൻഡമായിട്ട് ലൈക്ക് എല്ലാം ചോദിക്കുവാണ്. സപ്പോസ് ടെസ്റ്റിന് എല്ലാം ചോദിക്കുവാണ്. അപ്പോൾ നമുക്ക് ലൈക്ക് നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകണം, നമുക്ക് അറിഞ്ഞൂടാ എന്താണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം. ഒരു എച്ച് കൊണ്ട് ഇതുകൊണ്ട് അത് ശരിയാണ്, വളരെ ശരിയാണ്. സിഗ്നലും ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ നേരത്തെ അറിയാം, ഉത്തരവ് നേരത്തെ അറിയാം, അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നതാണ്. പിന്നെ ഈ ടെസ്റ്റ് ഷീറ്റും ഉണ്ട്. അതായത് നമ്മൾ ഈ എച്ചും ഇതൊക്കെ പാസ് എഴുതുന്ന ഒരു ടെസ്റ്റ് ഷീറ്റുണ്ട്. ഈ ടെസ്റ്റ് ഷീറ്റിൽ കുറേ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതുപോലും ഇവർ ചെയ്യാറില്ല. മീൻസ് ആ ചെക്ക് ലിസ്റ്റിൽ കുറേ സാധനങ്ങളുണ്ട്. അത് ഈ കാൻഡിഡേറ്റ് ആർക്കും അറിഞ്ഞൂടായിരിക്കും. അത് ഇവർ ക്വസ്റ്റ്യൻസ് ആയിട്ടോ ചോദിക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കുകയോ അങ്ങനത്തെ സിറ്റുവേഷൻസ്, ഇപ്പോൾ ഇൻ്റർസെക്ഷൻസിലും റൗണ്ട് അബൌട്ട്സിലൊക്കെ കൊണ്ടുപോവുകയോ കയറ്റത്തൊക്കെ നിർത്തിയെടുപ്പിക്കുകയോ ഇതൊക്കെ ചെയ്യിപ്പിച്ചാലല്ലേ ആൾക്കാർ എന്താ പറയുക, ഇത് ഓക്കെ ഈ ഒരു കാൻഡിഡേറ്റിന് ഇതൊക്കെ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും ചെയ്യിപ്പിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾസുകാർ എന്താ ഫോക്കസ് ചെയ്യുന്നത്, അവർക്ക് മാക്സിമം പാസ് പെർസെൻറ്റേജ് ആണ് അവർക്ക് വേണ്ടത്. ഈവൻ KSRTC ആണെങ്കിൽ പോലും മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന കാരണം അവരുടെ ബിസിനസ്സാണത്. അപ്പോൾ അവർക്ക് പാസ് പെർസെൻറ്റേജ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് കൂടും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ എന്താണോ ചോദിക്കുന്നത് അത് മാത്രം പഠിപ്പിച്ച് എങ്ങനെയും ആൾക്കാരെ പാസ്സാക്കാനേ ശ്രമിക്കുള്ളൂ. ഈവൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്ന ഒരുപാട് ഇപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും കസ്റ്റമേഴ്സിൻ്റെ മെൻറ്റാലിറ്റി മിക്കവരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയും എനിക്ക് ലൈസൻസ് കിട്ടിയാൽ മതി. ഈവൻ നമ്മളെ വിളിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ കൈക്കൂലി കൊടുത്ത് ലൈസൻസ് വാങ്ങി തരുമെന്ന് ചോദിക്കും. ഡയറക്റ്റായിട്ട് ചോദിക്കുവാണ് കസ്റ്റമേഴ്സ്. എന്ന് വെച്ചാൽ അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമില്ല, പ്രോപ്പറായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമില്ല. അവർക്ക് എങ്ങനെ ലൈസൻസ് കിട്ടിയാൽ ഞാൻ പഠിച്ചോളാം, ആ ഒരു മൈൻഡ് സെറ്റുള്ള കുറേ ആൾക്കാരുണ്ട്. അത് ആക്ച്വലി ഇപ്പം മാറി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ലൈക്ക് ഡിസിപ്ലിൻഡ് ആണ് ഇപ്പോഴത്തെ ജനറേഷൻ. ഇവിടെ വേറൊരു സംഭവം, ഈ കൈക്കൂലി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള പോലെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും വളരെ സർവ്വസാധാരണമായി നടക്കുന്ന, അത് എന്താ പറയാ, പരസ്യമായ രഹസ്യം എന്ന് പറയാം. അത് തന്നെയാണ്. അതിനും ഒരു പ്രോസസ്സ് ഉണ്ട്. അത് ഒരു കാൻഡിഡേറ്റിൻ്റെ നിന്ന് ഏകദേശം 700 രൂപ ഇത് വാങ്ങും. എന്താ പറയുക, ടെസ്റ്റ് ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങാറുണ്ട്. അത് കൊടുക്കുന്നത് ഡയറക്റ്റ്ലി MVDക്ക് അല്ല കൊടുക്കുന്നത്, അത് അവിടുത്തെ അസോസിയേഷനിലാണ് കൊടുക്കുന്നത്. അതവർ പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയ ഒരാളാണ്, എനിക്ക് ലൈസൻസ് ഇല്ല. ഓക്കെ, എനിക്ക് ലൈസൻസ് എടുക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പഠിച്ച് തുടങ്ങാൻ പറ്റൂല ലേണേഴ്സ് എടുക്കാതെ. അത് ഓൺലൈൻ അവരുടെ പോർട്ടലിൽ പോയിട്ട് ലേണേഴ്സ് അപ്ലൈ ചെയ്യാം. അത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആവശ്യമൊന്നുമില്ല, ആർക്ക് വേണം അപ്ലൈ ചെയ്യാം. അപ്പോൾ ലേണേഴ്സിന് അപ്ലൈ ചെയ്തിട്ട് ലേണേഴ്സ് എക്സാം ഉണ്ട്. ഈ ലേണേഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് RTO ഓഫീസിൽ പോകണം. ഓഫ്ലൈനാണ്. പണ്ട് ഇടയ്ക്ക് കോവിഡ് സമയത്ത് അത് ആദ്യമേ അടയ്ക്കണം. നമ്മൾ ക്ലാസ് ഓഫ് വെഹിക്കിൾസ് ഒക്കെ ചൂസ് ചെയ്യുന്ന അനുസരിച്ച്, അതായത് നമ്മൾ ലേണേഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലേണേഴ്സ് ഫീസ് എന്ന് പറഞ്ഞിട്ട് 1500 ആ ഒരു എമൗണ്ടേ ഉള്ളൂ. പിന്നെ വേറെ എമൗണ്ട് ഒന്നും ഇല്ല ഗവൺമെന്റിന്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ റീടെസ്റ്റ് ഫീ ഒരു 400 രൂപ അങ്ങനെ എന്തോ ഒരു എമൗണ്ട് വരും. അതല്ലാതെ വേറെ പേയ്മെന്റ് ഒന്നുമില്ല. പിന്നെ ലേണേഴ്സ് അറ്റൻഡ് ചെയ്ത് ലേണേഴ്സ് കിട്ടിയതിന് ശേഷം, ലേണേഴ്സ് കിട്ടിയിട്ടേ ലീഗലി നമുക്ക് പഠിക്കാൻ പാടുള്ളൂ. എല്ലൊട്ടിച്ച വണ്ടിയിൽ പാസഞ്ചർ സീറ്റിൽ ലൈസൻസ് ഉള്ള ഒരു ലൈസൻസ് ഹോൾഡറും വേണം നിയമപരമായിട്ട്. ഇവിടെ ചില ആൾക്കാർ ലേണേഴ്സ് കിട്ടുന്നതിന് മുന്നേ പഠിപ്പിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇല്ലീഗലാണ്. ലേണേഴ്സ് കിട്ടിയതിന് ശേഷം നമുക്ക് പഠിക്കാവും. അപ്പം ലേണേഴ്സ് കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത 30 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡേറ്റിന് അപ്ലൈ ചെയ്യാം. അതും ഓൺലൈൻ തന്നെയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടത്. ഓൺലൈൻ സ്ലോട്ട് ബുക്ക് ചെയ്യുക, ടെസ്റ്റ് ഡേറ്റ് എടുക്കുക, ടെസ്റ്റ് ഈ 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 60 ദിവസം എത്രയാണോ നെക്സ്റ്റ് ഡേറ്റ് അതിനുള്ളിൽ പഠിച്ച് പോയി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. പൊതുവേ എല്ലാവരും ഒരു ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ് ലൈസൻസ് എടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞത് നമുക്ക് ഡയറക്റ്റും പോയി എടുക്കാം അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ചൂസ് ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഒരാൾ ഡ്രൈവിംഗ് സ്കൂൾ വഴി തന്നെ ലൈസൻസ് എടുക്കാൻ പോകണം? ആൾക്കാർക്ക് മെനക്കെടാൻ വയ്യ. ഒന്നാമത്തെ മെയിൻ അത് തന്നെയാണ്. ആൾക്കാർക്ക് വേണ്ടത് എന്താണ്? കൺവീനിയൻസ് ആണ്. അവർക്ക് ഓൺലൈൻ കയറി അപ്ലൈ ചെയ്യാനൊന്നും വയ്യ. മറ്റേത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾസുകാർ അപ്ലൈ ചെയ്ത് കൊടുക്കും, ടെസ്റ്റ് ഡേറ്റ് എടുത്ത് കൊടുക്കും, എല്ലാവരും തന്നെ ചെയ്ത് കൊടുക്കും, വണ്ടിയും അവർ തന്നെ കിട്ടും. പിന്നെ ആൾക്കാരുടെ ഇടയിൽ കോമൺ ആയിട്ടൊരു ഇതുണ്ട്, തോട്ടുണ്ട്. അതായത് ഡ്രൈവിംഗ് സ്കൂൾസുകാർ കൈക്കൂലി കൊടുത്ത് എങ്ങനെയും ലൈസൻസ് ഒപ്പിച്ച് തരും എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതിപ്പം നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് കോൾ ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. പക്ഷെ അത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. അങ്ങനെ ഇപ്പം പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അവർക്ക് എക്സ്ട്രാ കൺസിഡറേഷൻ ഒന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ടെസ്റ്റ് നടത്തുന്നത്. പ്രത്യേകിച്ച് അതിൽ ബയാസ്ഡ് ഒന്നും ആയിട്ട് എനിക്ക് അങ്ങനെ അത്ര ബയാസ്ഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല ടെസ്റ്റിൻ്റെ കേസിൽ.
പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒക്കെ ടെസ്റ്റ് സെയിം തന്നെയാണ്. അപ്പം പിന്നെ എന്താ പറയുക, പണ്ട് തൊട്ടേ ഒരു ചടങ്ങുണ്ട്. ഈ ഇൻസ്ട്രക്ടേഴ്സിന് ഒരു മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഓർ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവണമല്ലോ. എന്താണ് ആ ഒരു സ്റ്റാൻഡേർഡ്? അത് പറയുന്നതെന്ന് വെച്ചാൽ മിനിമം ITI ഇൻ ഓട്ടോമൊബൈൽ ഓർ റിലേറ്റഡ് ഫീൽഡ്, ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്, അങ്ങനെ ഏതെങ്കിലും ITI ആണ് മിനിമം വേണ്ടത്. അതാണ് ഒരു ഇൻസ്ട്രക്ടർക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ പറയുന്നത്. അപ്പോൾ മിക്ക ഡ്രൈവിംഗ് സ്കൂൾസ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇൻസ്ട്രക്ടേഴ്സിനെ നമുക്ക് വാടകയ്ക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻസ്ട്രക്ടർ, ഇദ്ദേഹമാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ മിനിമം ഒരാളെങ്കിലും വേണം, ഈ ഒരു ക്വാളിഫിക്കേഷനിലുള്ള ഒരാൾ വേണം. ആളുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. ആളുടെ ഒരു ഇൻ്റർവ്യൂ പോലെ RTO വിളിച്ച് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ ഹിയറിങ്ങിനൊക്കെ വിളിപ്പിക്കും. അപ്പോൾ ഈ ഇൻസ്ട്രക്ടേഴ്സിനെ നമുക്ക് വാടകയ്ക്ക് കിട്ടും. ഒരു ഡ്രൈവിംഗ് സ്കൂൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഈ ഇൻസ്ട്രക്ടേഴ്സിനെ നമുക്ക് ആരെങ്കിലും ഒരാളെ വാടകയ്ക്ക് എടുത്തിട്ട് എമൗണ്ട് കൊടുത്താൽ മതി. അവർ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് തരും, പോവും. പിന്നെ അടുത്ത് വയ്ക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആരെ വേണോ വയ്ക്കാം ട്രെയിനേഴ്സായിട്ട്. അതാണ് ഇവിടെ നോർമലി നടക്കുന്നത്. കാരണം ഇവിടെ ഇൻസ്പെക്ഷനൊന്നും ഉണ്ടാവില്ല. ഇൻസ്പെക്ഷനൊന്നും പിന്നീട് എന്തെങ്കിലും ഉണ്ടായി, പക്ഷേ ഇത് റിലേറ്റഡ് അങ്ങനെ ഇൻസ്പെക്ഷൻ അങ്ങനെ ഉണ്ടാവില്ല. ഇവർ ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നത് കുറച്ച് രജിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ഷൻ ചെയ്യാതിരിക്കാം, പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് 2-3 വർഷമായി ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ട്രെയിനേഴ്സ് മീൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് ട്രെയിനേഴ്സ് വേറെയാണ്, ഇൻസ്ട്രക്ടേഴ്സ് വേറെയാണ് എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇൻസ്ട്രക്ടേഴ്സിന് ഈ ക്വാളിഫിക്കേഷൻ വേണം, ട്രെയിനേഴ്സിന് ഈ ക്വാളിഫിക്കേഷൻ വേണ്ട. സെൻട്രൽ മോട്ടോർ വെഹിക്കിളിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാഫിന് ഈ ഒരു ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ അതാണ് ഇവർ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അത് ആക്ച്വലി ഒരു ലൂപ്പ് ഹോൾ ആണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് മതി ഈ ഒരു ക്വാളിഫിക്കേഷൻ, ആ ഒരാൾ ആദ്യമേ വന്ന് സൈൻ ഇട്ട് കൊടുത്തിട്ട് പോയി, പിന്നെ നമുക്ക് ആരെ വേണോ വയ്ക്കാം. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇൻസ്ട്രക്ടേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ മിനിമം ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ റിലേറ്റഡ് ഏജ് പറയുന്നില്ല, 5 years ഓഫ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇപ്പം ഒരുപാട് സ്കൂളുകളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് iTurn എന്നുള്ള ഈ നിങ്ങളുടെ കമ്പനിയിൽ ഈ ഒരു സ്റ്റാർട്ടപ്പ് അത് ലൈക്ക് കുറേ സാധനങ്ങൾ ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ലൈക്ക് എന്താണ് ആ ഇന്നോവേഷന് ഒരു സംഭവം ഉള്ളത്? മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഡ്രൈവിംഗ് സ്റ്റാൻഡേർഡ്സ് കറക്റ്റായിട്ട് പഠിപ്പിക്കുക എന്നതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഹാബിറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഹാബിറ്റ്സ് ആണ് ഒരു മേജർ റീസൺ നമ്മുടെ ആക്സിഡൻറ്റ് ഡെത്ത്സിനൊക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് റീസെൻ്റായിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ ആൾക്ക് കാർ ആക്സിഡൻ്റ് ആണ്, ഫ്രണ്ട് ഓൺ കൊളീഷൻ. പക്ഷേ ചെറിയൊരു മൈനർ ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ ആളുടെ ഈ കൈ എയർ ബാഗിൻ്റെ മുകളിൽ വന്നത് കാരണം കൈ വന്ന് മുഖത്തടിച്ചു. അത് കുറച്ച് സീരിയസ് ഇഞ്ചുറി ആയി. ശരിക്കും പ്രോപ്പറായിട്ട് സ്റ്റിയർ ചെയ്തിരുന്നെങ്കിൽ ആൾക്ക് ഒരു പരിക്ക് പോലും, ഒരു പോറൽ പോലും പറ്റൂലായിരുന്നു. മനസ്സിലായി? ചിലപ്പോൾ നമ്മൾ ഈ വാച്ച് അത് ഭയങ്കര ഡേഞ്ചറാണ്. ഈ എയർ ബാഗ് 300-350 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം നമ്മളെ വാച്ച് ഇങ്ങനെ ഒന്ന് അടിക്കുകയാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ചിലപ്പം ഒരു മൈനർ ആക്സിഡൻറ്റ് ഒരു ഫാറ്റൽ ആക്സിഡൻ്റായി മാറാം. മനസ്സിലായി? അത്രയും ഡേഞ്ചറാണ്. ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് ഡ്രൈവിങ്ങിൽ ഫോളോ ചെയ്തില്ല. നേരത്തെ പറഞ്ഞ ഈ കല കൊണ്ടുവന്നാലുള്ള പ്രശ്നം ഇങ്ങനത്തൊക്കെയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് ആരും പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ എന്താണ് ആക്ച്വലി ഒരു കറക്റ്റ് ഡ്രൈവിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? എന്താണ്, എന്തൊക്കെയാണ് ഈ ഒരു നല്ല ഡ്രൈവർക്ക് വേണ്ട സ്റ്റാൻഡേർഡുകൾ? ഒരു നല്ല ഡ്രൈവർക്ക് ഏറ്റവും ആദ്യം വേണ്ട പേഷ്യൻസ് ആണ്. ഓക്കെ, പേഷ്യൻസ് വേണം റോഡിൽ. എന്നിട്ട് സമാധാനപരമായിട്ട് നമ്മുടെ ലൈൻ ഡിസിപ്ലിൻ പാലിച്ച് ഓടിക്കുക, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഓരോ മൈനർ കാര്യങ്ങളുണ്ട്. സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതി, ക്ലച്ച് ചവിട്ടുന്ന രീതി, കാല് വയ്ക്കുന്ന രീതി, ഇപ്പം സീറ്റിൻ്റെ ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി, സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എല്ലാത്തിനും ഓരോ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നടുവിനൊക്കെ പ്രശ്നം വരും. മൈനർ ആക്സിഡൻറ്റ് വരുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മുട്ടുവേദന വരും, കഴുത്ത് വേദന വരും. അപ്പോൾ ഈ ഇരിക്കുന്ന പൊസിഷൻ, അപ്പോൾ അങ്ങനത്തെ ഓരോ മൈനർ കാര്യങ്ങളും നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പല കാര്യങ്ങളും ഡ്രൈവിങ്ങിൽ വരുമ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. അത് നമ്മൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ വരുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൈയിടയിൽ വന്ന ഒരു നിസ്സാര കാര്യമാണ്. നമ്മൾ ഇങ്ങനെ സ്റ്റിയർ ചെയ്യും, എങ്ങനെ വേണോ നമ്മൾ സ്റ്റിയർ ചെയ്യും. അല്ല, പല രീതിയിൽ നമ്മൾ എല്ലാവരും സ്റ്റിയർ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അപ്പോഴും ഒരാൾ പറയുവാണ് അങ്ങനെ ചെയ്യരുത്, പുഷ് പുള്ളിലേ ചെയ്യാവൂ. ഇപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരാണല്ലോ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്ന രീതി തെറ്റാണ്, നിങ്ങൾ പുഷ് പുള്ളിലേ ചെയ്യാവും. ശരി, അങ്ങനെ കാര്യമാക്കൂല. വർഷങ്ങളായിട്ട് ഓടിക്കുകയാണ്, എനിക്ക് ഇതുവരെ ഒരു പ്രശ്നമില്ല. ഓടിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷേ
ഒരു ആക്സിഡന്റ് വരുമ്പം ഒരു ചെറിയൊരു ആക്സിഡന്റ് ഒരു മേജർ ആക്സിഡന്റ് ആയി മാറാം. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അത് ഈ ഇരിക്കുന്നത് ഇപ്പം ഹിപ്പും നീയും സെയിം ലെവല് ഇങ്ങനെ ഇരിക്കണമെന്നാണ് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ നടുവേദന എടുക്കും, കുറച്ച് കാലം ഓടിക്കുമ്പോൾ നടുവേദന എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ആക്സിഡൻ്റ് ആകുമ്പോൾ നമുക്ക് ബാക്ക്, ടെയിൽ ബോണും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇഞ്ചുറീസ് വരാം. പിന്നെ ഇപ്പം ഹെഡ് റെസ്റ്റ് ഒന്നും ആരും എന്താ പറയുക അധികം ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മളൊരു ആക്സിഡൻ്റ് ആകുമ്പോൾ ഫസ്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ബാക്കിലോട്ട് ഇങ്ങനെ പോകും, എന്നിട്ട് ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ ഈ ബാക്കിലോട്ട് നമ്മുടെ പോകുമ്പോൾ ഈ പണ്ടൊക്കെ ഈ ആക്സിഡൻറ്റ്സ് നടക്കുമ്പം ഇവിടെ കഴുത്ത് നമ്മുടെ ഈ എന്താ സ്പൈനൽ കോഡ് ഇവിടെയാണ് നമ്മൾ ഇഞ്ചുറീസ് വന്ന ആൾ പാരലൈസ് കോമ സ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്നത് കാർ ആക്സിഡൻറ്റിൽ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ട് ഇത് എയർ ബാഗ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഈ ഹെഡ് റെസ്റ്റ് ബാക്കിലോട്ട്, നമ്മൾ ഫസ്റ്റ് ഇമ്പാക്റ്റ് ബാക്കിലോട്ടാണ്. അപ്പോൾ ഈ ബാക്കിലോട്ടുള്ള ഇമ്പാക്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഹെഡ് റെസ്റ്റ്. അതുകൊണ്ട് നമ്മുടെ ഹെഡിൻ്റെ സെൻറ്ററും ഹെഡ് റെസ്റ്റിൻ്റെ സെൻറ്ററും സെയിം ലെവലായിരിക്കണമെന്നുണ്ട്. അത് ആരും ഹെഡ് റെസ്റ്റ് ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഒരു കാർ കയറുമ്പോൾ ചുമ്മാ കയറിയിരുന്ന് ഓടിക്കാൻ തിരിച്ചു ചിലർ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഹെഡ് റെസ്റ്റ് ഊരി മാറ്റി വയ്ക്കും. പിന്നെ ഡാഷിന്റെ മുകളിൽ കാല് വെച്ച് ഇരിക്കാറുണ്ട് പാസഞ്ചേഴ്സ് അല്ലേ. മലപ്പുറത്ത് എങ്ങാണ്ട് ഒരു കുഞ്ഞ് മരിച്ച ഒരു കഥ കേട്ടായിരുന്നോ? ഫ്രണ്ടിൽ സീറ്റിലോട്ട് വെച്ചതാണോ? ഫ്രണ്ടിൽ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന് എയർ ബാഗ് അടിച്ചിട്ട് കൊച്ചിൻ്റെ സഫോക്കേറ്റ് ആയിട്ട് മരിച്ചു. ഈ പിള്ളേരുടെ കേസിലാണെങ്കിലും ഇപ്പോൾ ഇൻഫാൻറ്റിനെ ഇങ്ങനെ ഇരുത്തണം, ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സുള്ള കൊച്ചിനെ ഇങ്ങനെ ഇരുത്തണം, ഇന്ന രീതിയിൽ സീറ്റ് മറ്റേ കുട്ടികളുടെ സീറ്റ് വെക്കണം എന്നൊക്കെ ഉണ്ട്. എന്തായാലും ബാക്കിൽ ഇരുത്തണം, പിള്ളേരെ ഫ്രണ്ട് ഇരുത്തരുത്. ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഇങ്ങനൊരു സ്റ്റാർട്ടപ്പിലോട്ട് വന്നത്. ആക്ച്വലി പ്രോബ്ലംസ് നോർമലി എല്ലാവരും സ്റ്റാർട്ടപ്പിലോട്ട് വരുന്നത് ഇതുപോലെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്താണ്. പക്ഷെ ഞങ്ങൾ വന്നത് ജസ്റ്റ് പാഷൻ മാത്രം എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ഒരൊറ്റ വിഷനോടെ വന്ന്. പക്ഷെ നമുക്ക് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, പ്രോബ്ലവും ഇല്ലായിരുന്നു, സൊല്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് പ്ലാൻ എന്ന് വെച്ചാൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സർവീസ് ബേസ്ഡ് കമ്പനി ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 6 പേരുണ്ട്, 6 പേരും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സാണ്. ഞങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഐഡിയ ഒന്നുമില്ല. സ്റ്റാർട്ടപ്പ് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഫ്ലട്ടർ എന്ന് പറയുന്ന ക്രോസ് പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൂൾ ഇങ്ങനെ പോപ്പുലറായി വരുന്ന ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊരു ഫ്യൂച്ചർ കണ്ടിട്ട് അത് ബേസ് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റ് കമ്പനി, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സർവീസ് ബേസ്ഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു കസിൻ, എൻ്റെ അങ്കിളിന് ഡ്രൈവിംഗ് സ്കൂളുണ്ട്, വർഷങ്ങളായിട്ട് നാട്ടിൽ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പോൾ അങ്കിളിൻ്റെ മോൻ MBA ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് സ്കൂൾ ടേക്ക് ഓവർ ചെയ്തു. എന്നിട്ട് അവനാണ് ആദ്യം എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നത്, ഡ്രൈവിംഗ് സ്കൂൾസ് ഇപ്പോഴും ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്, അങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾസിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വർക്ക് വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾസിൻ്റെ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, ഒരു ERP സൊല്യൂഷൻ പോലെ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡിൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾസിനും സെല് ചെയ്യാൻ സോഫ്റ്റ്വെയർ സർവീസസ്. അതായത് എക്സിസ്റ്റിംഗ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓൾ പ്രോസസ്, അവർ അഡ്മിഷൻ എടുക്കുന്നു, അവർക്ക് ടെസ്റ്റ് ഡേറ്റ് എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇൻക്ലൂഡിങ് അക്കൗണ്ട്സ്. അതിപ്പോഴും എക്സിസ്റ്റിംഗ്. അതെ, സോഫ്റ്റ്വെയർ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ആരും യൂസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അവൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതെ, ആക്ച്വലി നമ്മൾ 32 ഡ്രൈവിംഗ് സ്കൂൾസിനെ സെല്ല് ചെയ്തു. ഈ ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമായിട്ട് 32 ഡ്രൈവിംഗ് സ്കൂൾസ് നമ്മുടെ ഇന്ന് ഈ സോഫ്റ്റ്വെയർ മേടിച്ചു. പക്ഷെ ആരും യൂസ് ചെയ്തില്ല. കാരണം അവർ ഭയങ്കരമായിട്ട് യൂസ്ഡ് ആയിപ്പോയി. പെന്നും പേപ്പറും ഒക്കെ വെച്ചിട്ട് അവർ ആ രജിസ്റ്റർ. അത് മാത്രമല്ല, ഇപ്പം നേരത്തെ ഇൻസ്പെക്ഷൻ ടൈം ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഈ രജിസ്റ്റേഴ്സ് നോക്കും. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്റേഴ്സ് ഫിസിക്കൽ രജിസ്റ്റേഴ്സ് തന്നെ വേണം, ഇത് പോരാ, ഡിജിറ്റൽ പോരാ, ഫിസിക്കൽ തന്നെ വേണമെന്നാണ്. അവരാണ് ആദ്യം അപ്ഡേറ്റഡ് ആവുന്നത്. അതെ, സത്യം. അവിടെയാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ അവരെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അവർ അത് വേണമെന്ന് പറയുന്നത് കാരണം ഇവർക്കൊരു ഓവർ ഹെഡാണ്, ഇവർക്ക് രണ്ടും ചെയ്യണം. ഫിസിക്കൽ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ സോഫ്റ്റ്വെയറും നോക്കണം. അപ്പോൾ അവർക്ക് അതൊരു എക്സ്ട്രാ പണി പോലെ ആയതുകൊണ്ടായിരിക്കണം മിക്കവരും അത് യൂസ് ചെയ്യാതെ. പക്ഷേ അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഈ ഒരു ട്രിവാൻഡ്രത്തും എറണാകുളത്തും ബാംഗ്ലൂരും ഓൾമോസ്റ്റ് സകല ഡ്രൈവിംഗ് സ്കൂൾസിലും നമ്മൾ കയറി ഇറങ്ങി. അപ്പോൾ അവരുടെ ഈ പഠിപ്പിക്കുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടു. അവരിപ്പോഴും ഈ ഒരു ഔട്ട്ഡേറ്റഡ് രീതികളാണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ കുറേ റിസർച്ച് ചെയ്തു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ ഈ പുതിയ ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഗൈഡ് ലൈൻസ് കണ്ടു. അപ്പോൾ പ്രോബ്ലം ഓൾറെഡി ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഇനിഷ്യലി വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ ചെയ്യാം, ഡ്രൈവിംഗ് സ്കൂൾസ് നമ്മളെ ആപ്പ് ത്രൂ പഠിപ്പിക്കട്ടെ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. ആക്ച്വലി ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് എപ്പോഴും
ഏറ്റവും നല്ലത്. കാരണം സ്കെയിലബിൾ മോഡലാണ്, ഈസിലി സ്കെയിലബിൾ മോഡലാണ്. അതായത് ആപ്പ് ത്രൂ ഡ്രൈവിംഗ് സ്കൂളുകളെ കണക്ട് ചെയ്തിട്ട് അവിടുന്ന് അവര് ബുക്കിംഗ്സ് ഒക്കെ കസ്റ്റമേഴ്സ് ആപ്പ് ത്രൂ ബുക്ക് ചെയ്യും. ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂൾ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് അതെ ഇഷ്ടമുള്ള അങ്ങനെ പോകും. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ പ്ലാന്. ആദ്യം അങ്ങനെ ചെയ്യാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത മെയിൻ ഈ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്താലും നമുക്ക് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റില്ല, ഈ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ ശരി നമുക്ക് തന്നെ പഠിപ്പിക്കാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പൂനെയിൽ IDTR എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ പോയിട്ട് ഈ ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് പൂനെയിൽ ഡ്രൈവിംഗിന്റെ ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ്. അല്ല അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഉണ്ട്. അത് കേരളത്തിലുണ്ട്, എടപ്പാളില് IDTRലുണ്ട്. പക്ഷെ ഇവിടെ ആരും ട്രെയിൻ ചെയ്യാറില്ല. അവിടുത്തെ ട്രെയിനിങ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൂനെയിൽ എന്തായാലും നല്ല സ്റ്റാൻഡേർഡ് ട്രെയിനിങ് ആയിരുന്നു. അത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു, ഏകദേശം 50,000 റുപ്പീസ് ഒന്നും ഉണ്ട് കോഴ്സിന്. ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം 13 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കും നോർമലി എല്ലാവരെയും പോലെ അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ അടിപൊളി ആണെന്ന്. പക്ഷെ ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു. ഇതൊന്നും അല്ല സ്റ്റാൻഡേർഡ്സ്. 2 കാര്യങ്ങൾ പറയാം വിചാരിച്ചു വെച്ചു. ഒന്ന് സ്റ്റിയറിംഗ് പിടിക്കുന്ന ഏറ്റവും കോമൺ സാധനം 10-2. പിന്നെ ഒന്ന് ക്ലച്ച് വിടുന്നത്, പതുക്കെ ക്ലച്ച് വിടാനല്ലേ എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ക്ലച്ച് വിടുന്നത് പതുക്കെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആക്ച്വലി വണ്ടി ഓഫായി പോകുന്നത്. ഈ എത്ര പതുക്കെ വിടണമെന്നറിയോ? പതുക്കെ വിടണമെന്നല്ലേ പറയുന്നത്. ശരിക്കും പതുക്കെ അല്ല വിടേണ്ടത്. അത് 2 സ്റ്റെപ്പ് പ്രോസസ്സാണ് ക്ലച്ച് വിടുന്നത്. ഫസ്റ്റ് ബൈറ്റ് പോയിന്റ് വരിക, ബൈറ്റ് പോയിന്റ് ഹാഫ് ക്ലച്ച് എന്നൊക്കെ പറയല്ലേ. ഈ ബൈറ്റ് പോയിന്റ് എത്തുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ ഹോൾഡ് ചെയ്യുക, പിന്നെ വിടരുത്. പിന്നെയും വിടുമ്പോഴാണ് ലൈക്ക് എൻജിനിൽ ഓവർലോഡും കയറും, പിന്നെ എന്താ പറയുക വണ്ടി ഓഫ് ആകാനുള്ള ചാൻസസും കൂടുതലാണ്. ഈ ബൈറ്റ് പോയിന്റ് വരുമ്പോഴത്തേക്കും അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക ക്ലച്ച്. ആ ഒരു ടൈം, അതായത് വൈബ്രേഷൻ ഫുള്ള് കഴിയും, അതിനെ ക്ലച്ച് സ്ലിപ്പേജ് എന്ന് പറയും. ആ ഒരു 1 സെക്കൻഡൊക്കെ ഇതിനകത്ത് ഒരു വൈബ്രേഷൻ വരുന്നൊരു ടൈം ഉണ്ടല്ലോ. ആ വൈബ്രേഷൻ ഒഴിവാക്കണമെങ്കിൽ കുറച്ച് ആക്സിലേറ്റർ കൂടെ കൊടുത്ത് ഗ്യാസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ ഒഴിവാക്കി കിട്ടും, എൻജിൻ്റെ അത്രയും ലോഡ് വരില്ല. അപ്പോൾ ആ ഒരു ബൈറ്റ് പോയിന്റിൽ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ക്ലച്ച് അടുത്ത് ആ ക്ലച്ച് സ്ലിപ്പേജ് കഴിഞ്ഞ ഉടനെ കാല് ഫുള്ളായിട്ട് റിലീസ്. പിന്നെ ക്ലച്ച് ഹാഫ് ക്ലച്ചിൽ ഹോൾഡ് ചെയ്യുന്നതോ അതിലും അർത്ഥമില്ല, പതുക്കെ വിടുന്നതിലും അർത്ഥമില്ല. കാരണം അവിടെ ക്ലച്ച് സ്ലിപ്പേജ് കഴിഞ്ഞാൽ കാലെടുത്ത് തറയിൽ വയ്ക്കണം. അങ്ങനെ ഒന്ന് വിട്ടു നോക്കി. ലൈക്ക് അങ്ങനെ ആ ഒരു ശീലം ചെയ്ത് അങ്ങനെ ഇപ്പം പഠിപ്പിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോഴേ ചില ആൾക്കാർ ഒരു തവണ പോലും വണ്ടി ഓഫ് ആവാതെ ഡ്രൈവിംഗ് പഠിച്ചവരുണ്ട്. ഒറ്റ തവണ പോലും വണ്ടി ഓഫ് ആവാതെ ഡ്രൈവിംഗ് പഠിച്ച ആൾക്കാരുണ്ട്. നമ്മളൊക്കെ പഠിച്ചപ്പോൾ എത്രയോ വട്ടം വണ്ടി ഓഫ് ആയിട്ടുണ്ടാവും, ആലോചിച്ച് നോക്ക്. അതിൻ്റെ മെയിൻ റീസൺ ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്, ഈ പതുക്കെ ക്ലച്ച് വിടണമെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ഓഫായി അവിടെ ഹോൾഡ് ചെയ്യണം. നമ്മൾ അത്രയും ആക്സിലറേറ്റർ കൂടെ കൊടുത്ത് പതുക്കെ എടുക്കുന്നത് കൊണ്ട് വണ്ടി അതിങ്ങനെ ഓഫ് ആവാറില്ല. പിന്നെ ഇപ്പോഴത്തെ വണ്ടിയൊക്കെ പവറുണ്ട്, പിന്നെ ECU ചില വണ്ടി ഓൾമോസ്റ്റ് മിക്ക വണ്ടികളിലും ബൈറ്റ് പോയിന്റ് വരുമ്പോൾ ECU തന്നെ കുറച്ച് നമുക്ക് ഗ്യാസ് സപ്ലൈ ചെയ്ത് അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് ഇപ്പോഴത്തെ വണ്ടി. അതുകൊണ്ട് അധികം പെട്ടെന്നൊന്നും ഓഫ് ആവില്ല. നിങ്ങൾ പതുക്കെ വിട്ടാലും പെട്ടെന്നൊന്നും ഓഫ് ആകത്തൊന്നുമില്ല. പക്ഷെ വിടേണ്ട ശരിക്കുള്ള രീതി ഇതാണ്, ക്ലച്ച് സ്ലിപ്പേജ് കഴിയാനായിട്ട് ഒന്ന് വണ്ടിക്ക് ടൈം കൊടുക്കണം. അപ്പൊ ഇവിടെ ഈ പൂനെയിൽ ഇത് പ്രാക്ടിക്കൽ ആയിട്ടാണോ എല്ലാം പഠിക്കുന്നത്? പ്രാക്ടിക്കലും തിയറിയും എല്ലാം ഉണ്ട്. എല്ലാ ദിവസവും പ്രാക്ടിക്കൽ സെഷൻസും തിയറി സെഷൻസും ഉണ്ട്. ഈവൻ യോഗ വരെ ഉണ്ടായിരുന്നു വൈകിട്ട്. യെസ്, കാരണം അത്രയും സമാധാനം പഠിപ്പിക്കണമല്ലോ, പേഷ്യൻസ് പഠിപ്പിക്കണമല്ലോ ട്രെയിനറിന് ഏറ്റവും വേണ്ടത് പേഷ്യൻസ് ആണ്. നമ്മുടെ പ്രൈമറി പോളിസിയാണ് ഒരു കാരണവശാലും ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫയർ ചെയ്യും. ഞാൻ വേറെ ദേഷ്യപ്പെടാനും പാടില്ല, സ്റ്റിയറിംഗ് തൊടാനും പാടില്ല. ഇത് രണ്ടും നമ്മുടെ പ്രൈമറി പോളിസി. എന്നെ പഠിപ്പിച്ച ഞാൻ അത് എല്ലാവരും ഇപ്പൊ നമ്മളിവിടെ കൂടെ ഡ്രൈവിംഗ് സ്കൂൾസിന്റെ വണ്ടി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ട്രെയിനറിന്റെ കൈ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അത് എല്ലാ വളവ് എത്തുമ്പോഴും ട്രെയിനർ കയറി ഇങ്ങനെ പിടിക്കും. അപ്പം അങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ആസ് എ ലേണറിന് കോൺഫിഡൻസ് വരില്ല. അവർ ഞാനാണോ തിരിക്കുന്നത് അയാളാണോ തിരിക്കുന്നത്. പല ഡ്രൈവിംഗ് സ്കൂൾസും പോയിട്ട് നമ്മളടുത്ത് വന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഇങ്ങനെ പറയും, ആളുടെ അവിടെ എല്ലാം കൺട്രോൾസ് കാലിലും ഉണ്ട്, കൈ ഫുൾ ടൈം ഇവിടെ ഇരിക്കും, ഞാൻ എന്തിനാണ് ഇരിക്കണേന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ച ഒരു പോളിസിയാണ്, സ്റ്റിയറിംഗിലും തൊടരുത്, ദേഷ്യപ്പെടുകയും ചെയ്യരുത്. അപ്പോൾ സ്റ്റിയറിംഗ് മിക്കവർക്കും ഒരു ഡൗട്ട് തോന്നും, സ്റ്റിയറിംഗ് തൊടാതെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചാണല്ലേ? പറ്റും. അത് ആക്ച്വലി നമ്മൾ പ്രൂവ് ചെയ്ത്. എന്ന് വെച്ചാൽ ആ സ്റ്റിയറിംഗ് തൊടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളൊരു കർവ് അപ്രോച്ച് ചെയ്യുകയാണെന്ന് വെച്ചോ, ഈ കർവ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഡ്രൈവർ, ആ ഒരു ലേണറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ആ വളവ് വളയ്ക്കാനുള്ള ഒരു സ്പീഡുണ്ട്. ഇപ്പോൾ ഒരു വളവ് നമ്മൾ ചിലപ്പോൾ 40 വളയ്ക്കുമായിരിക്കും, പക്ഷെ ആ ലേണറിന് 10 വളയ്ക്കാൻ പറ്റുള്ളൂ ആയിരിക്കും.
അല്ലേ? നല്ല ലേണറാണ്. അപ്പോൾ ആ 10 നമുക്കിവിടെ ആൾ സ്ലോ ആക്കിയില്ലെങ്കിൽ നമ്മൾ സ്ലോ ആക്കി കൊടുക്കുക. വണ്ടി സ്ലോ ആക്കിയാൽ മതി. അല്ല സ്റ്റിയറിംഗ് കയറി പിടിക്കാനോ അല്ലെങ്കിൽ ഇൻ കേസ് കൺട്രോൾ പോകണ പോലെ തോന്നുകയാണെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി അങ്ങ് വണ്ടി നിർത്തിയാൽ മതി. വേറെ ഇഷ്യൂസൊന്നുമില്ല, പിടിച്ച് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി നിർത്തിയാൽ പോയി. ക്ലച്ച് കൊണ്ട് ബ്രേക്കും ഉണ്ട് ഇവിടെ ഇൻസ്ട്രക്ടറിൻ്റെ കാലിൽ. നേരൊരു പാണ്ടിലോട് വന്നാലും നേരെ എങ്ങനെ വരുന്നത്? ഇപ്പുറ സൈഡിൽ കൂടെ അല്ലേ വരും. നമ്മളപ്പുറത്തെ റോങ് സൈഡ് പോയി പഠിപ്പിച്ചാലല്ലേ നേരെ വരുള്ളൂ. പക്ഷെ അത് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പാണ്ടി ലോറിയല്ല, KSRTC. അത് നമ്മൾ ഫേസ് ചെയ്യണ ഏറ്റവും വലിയ റിസ്ക് ആണ് ഈ പറഞ്ഞ KSRTC. കാരണം ഇവർ ഈ നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോവുകയാണെന്ന് വെച്ചോ ഈ റോഡിൽ, ഈ KSRTC ഓവർടേക്ക് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഈ റോഡിൽ ലെഫ്റ്റിലെ വെള്ള വരെയുണ്ട്. ലെഫ്റ്റിലെ വെള്ള വൈറ്റ് ലൈനില്ലേ, ലെഫ്റ്റിലെ വൈറ്റ് ലൈനിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സേഫ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന എഡ്ജ് എന്നാണ് അതിൻ്റെ മീനിങ്. അതിനപ്പുറം പോകുന്നത് റിസ്ക് ആണ്. അതിനപ്പുറം വണ്ടികൾ ഉണ്ടാവാം, പെഡസ്ട്രിയൻസ് ഉണ്ടാവാം, 2 വീലേഴ്സ് ഉണ്ടാവാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല ശരിക്കും. അപ്പോൾ ഈ ചിലപ്പോൾ ഈ KSRTC ഓവർടേക്ക് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മുടെ അപ്പുറത്ത് ഈ വെള്ള വരയ്ക്ക് അപ്പുറത്ത് മണ്ണുണ്ടെങ്കിൽ പോലും ഇവരിങ്ങ് വരും. ഇവർ മനസ്സിൽ പ്രെഡിക്റ്റ് ചെയ്യും, ഓക്കെ ഇവർ മണ്ണിൽ കയറ്റി നമുക്ക് ഒതുക്കി തരും എന്നുള്ള മൈൻഡ് സെറ്റിൽ വരും. അത് നിങ്ങൾക്കും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഇഷ്ടംപോലെ. എത്ര വട്ടം നമ്മൾ മണ്ണിലൊക്കെ കയറ്റി KSRTCക്ക് വഴി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാലത്തിൻ്റെ സൈഡിൽ വരെ കൊണ്ട് നിർത്തേണ്ടി വന്നിട്ടുണ്ട്, കാട്ടിലൊക്കെ കൊണ്ട് കയറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട് പാലത്ത്. കാരണം പാലത്തിൽ ഇവരിങ്ങനെ KSRTC ഓവർടേക്ക് ചെയ്ത് കയറി വന്നു. ഞാൻ പാലത്തിൽ എൻ്റർ ചെയ്താൽ ഞാൻ ഷുവറായിട്ട് ഇടിക്കും. പാലത്തിൽ എനിക്ക് നീങ്ങാൻ പോലും സ്ഥലമില്ല. ഈ ലേണറിനെ കൊണ്ട് ഒരിക്കലും അങ്ങ് കാട്ടി കൊണ്ട് നിർത്തി കൊടുക്കാനോ സ്ഥലം കൊടുക്കാനോ പറ്റില്ല. ആ സമയത്ത് എന്താ ദൈവമെന്ന് വിളിച്ച് വണ്ടി ചവിട്ടി നിർത്തി കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇൻസ്ട്രക്ടറുടെയും ജീവനും ആ ലേണറിൻ്റെ ജീവനും സത്യം പറഞ്ഞാൽ കുറച്ച് റിസ്കി തന്നെയാണ് ഈ ജോലി. അപ്പോൾ അവിടെ ചവിട്ടിയ വണ്ടി നിർത്തി കൊടുക്കും. KSRTC എങ്ങനെയാലും ഒക്കെ അവരെവിടെ കൂടുതലും ഒക്കെ അങ്ങ് പൊക്കോളും. ബാക്ക് ടു യുവർ. അപ്പോൾ ഇവിടെ പൂനെ പോയി ഇത് പഠിച്ചു. അത് കഴിഞ്ഞ് ഇത് ഞങ്ങൾക്ക് ഫസ്റ്റ് വണ്ടി വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐഡിയ ഗ്രാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ 2 വണ്ടി യൂസ്ഡ് കാർസ് വാങ്ങി. ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു കോമൺ സാധനമല്ലേ? അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ എങ്ങനെയാണ് പിച്ച് ചെയ്തത്? എപ്പോഴും സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഊബർ എന്താണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാക്സി സർവീസിനെ അവർ പ്രോസസ്സിലാണ് അവിടെ ഇന്നോവേഷൻ അല്ലേ? അപ്പോൾ എല്ലാ സ്റ്റാർട്ടപ്പും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാർട്ടപ്പും അങ്ങനെയാണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പ്രോസസ്സിൽ ചെറിയൊരു ഇന്നോവേഷൻസ് കൊണ്ടുവരുമ്പോഴാണ് അത് സ്റ്റാർട്ടപ്പ് ആവുന്നത്. അപ്പം ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പോൾ അതിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിനായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് കൈ തെളിയാന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഇവിടെ മാത്രമുള്ള അതായത് നമ്മുടെ രാജ്യത്ത് ലൈസൻസ് എടുത്തിട്ടാണ് എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഡ്രൈവിംഗ് പഠിച്ചിട്ടാണ് ലൈസൻസ് എടുക്കുന്നത്. ആ ഒരു ഇന്നോവേഷനാണ് നമ്മൾ മെയിനായിട്ട് അതിലേക്ക് ഡ്രൈവിംഗ് പഠിക്കുക, പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് പഠിക്കുക, എന്നിട്ട് ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ്. അത് മാത്രമല്ല പിന്നെ വേറൊരു പ്രൈമറി ഇതെന്ന് വെച്ചാൽ ഈ ഡ്രൈവിംഗ് പഠിക്കുന്നത്, ഡ്രൈവിംഗ് എന്നല്ല ഏതൊരു സ്കിൽ സെറ്റ് ആണെങ്കിലും എല്ലാ ആൾക്കാരും വ്യത്യസ്തരാണ്. അവരുടെ ലേണിങ്സ് പേസ് വ്യത്യാസമാണ്. അപ്പം ചിലർ 10 ക്ലാസ്സിൽ പഠിക്കും, ചിലർ 20 ക്ലാസ്സിൽ പഠിക്കും, ചിലർക്ക് 50 ക്ലാസ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പം നോർമലി ഡ്രൈവിംഗ് സ്കൂൾസ് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സെഷൻസ് ആണ് പറയുന്നത് അല്ലേ? ഒരു 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്താം ഒരു 30 ക്ലാസ്, അങ്ങനെയാണ് നോർമലി ഒരു ഫിക്സഡ് ഇതാണ് വയ്ക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി വയ്ക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഫിക്സഡ് ആയിട്ടൊരു ഇതില്ല അല്ല. അതായത് നിങ്ങളുടെ സമയത്തിന് പഠിക്കുക, പെട്ടെന്ന് പഠിച്ചാൽ കുറച്ച് എമൗണ്ടേ ഉള്ളൂ. കൂടുതൽ സമയം പഠിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും ഇപ്പം എനിക്ക് 5 ദിവസം കൊണ്ട് പഠിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെ സ്കിൽ സെറ്റ് വ്യത്യാസമാണ്. അപ്പോൾ അവർ പേ ആസ് യു ഡ്രൈവ് ആ ഒരു സ്കീമാണ് നമ്മളെ. അതാണ് നമ്മുടെ ഒരു ഇന്നോവേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ അതാ നമ്മുടെ വിഷൻ പ്രൈമറിലി ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രൈമറിലി വിഷൻ ബേസ്ഡ് ആണല്ലോ. നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഷ്യൽ ബെനിഫിറ്റ് കൂടെ നോക്കിയിട്ട് ലൈക്ക് ആക്സിഡൻസ് കുറയ്ക്കുക. ഇപ്പം കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഇതെടുത്തു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഗ്ലോബലി റോഡ് ആക്സിഡൻസ് കുറഞ്ഞു, ഏകദേശം 5% കൊണ്ട് കുറഞ്ഞു. ഇന്ത്യയിൽ അത് 15% കൂടി. ഇത്രയും ഇൻഫ്രാസ്ട്രക്ചേഴ്സും സേഫ്റ്റി മെഷേഴ്സും അഡ്വാൻസ് ടെക്നോളജീസും വരുമ്പം ശരിക്കും ഇത് കുറയല്ലേ വേണ്ടത് അല്ലേ? കുറയാണ് വേണ്ടത്. പക്ഷേ ബാക്കി എല്ലാ രാജ്യത്തും കുറഞ്ഞു ആക്സിഡൻറ്റ് ഡെത്ത്. പക്ഷേ ഇവിടെ ആക്സിഡൻറ്റ് ഡെത്ത് കൂടി, നമ്മുടെ രാജ്യത്ത് മാത്രം. റീസൺ ഇത് തന്നെയാണ്, പ്രോപ്പർ ഡ്രൈവിംഗ് എഡ്യൂക്കേഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ആ റോഡ് ആക്സിഡൻറ്റ്സ് ഡെത്ത് കുറയ്ക്കുക, പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക, ആൾക്കാർക്ക് കുറച്ചുകൂടെ ബോധവൽക്കരണം. ഇപ്പോഴത്തെ അത് ആക്ച്വലി ചിലപ്പോൾ നിങ്ങൾക്കത് ഇമ്പോസിബിൾ ആയിരുന്നു മനസ്സിൽ തോന്നി കാണൂലേ? അതായത് നമ്മുടെ നാട്ടിൽ ഈ ഒരു ഡിസിപ്ലിനിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് നമുക്ക്
പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഈ പറയുന്ന ഒരു കാലം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് ഈ അടുത്തൊന്നും വരുമെന്ന്. പക്ഷെ കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോഡിൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ, അത് 18 വയസ്സ് 19 വയസ്സായിട്ടുള്ള പിള്ളേരും മിക്കവരും നല്ല ഡിസിപ്ലിൻ ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവർ വെള്ള വരയ്ക്ക് മുന്നേ വണ്ടി നിർത്തും പെഡസ്ട്രിയൻസ് പോകാനായിട്ട്. പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് പെഡസ്ട്രിയൻ നിന്ന് കഴിഞ്ഞാൽ വണ്ടി നിർത്തി കൊടുക്കാറുണ്ട്. ഇപ്പുറത്തെ ലൈന് വെറുതെ കിടന്നാൽ പോലും ഓവർടേക്ക് ചെയ്ത് പോകാറില്ല. പക്ഷെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം 40 വയസ്സ് 35 വയസ്സൊക്കെ മുകളിലോട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ തോന്നിയ പോലെയൊക്കെ പോകുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ആൾക്കാർ ആരൊക്കെ എങ്ങനത്തെ ആൾക്കാരാണ് ഡിസിപ്ലിനായിട്ട് ഓടിക്കുന്നത്, എങ്ങനത്തെ ആൾക്കാരാണ് ഇൻഡിസിപ്ലിനായിട്ട് ഓടിക്കുന്നത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കൂടുതൽ വരുന്ന ആൾക്കാരാണ് കൂടുതലുള്ള ആൾക്കാരാണ്. കുറച്ച് കളയുമ്പോൾ അവരുടെ കാലം കഴിയും ഡ്രൈവ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ ജനറേഷൻ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോഴെന്തായാലും ഡിസിപ്ലിൻ വരും. ഇപ്പോഴത്തെ പിള്ളേർ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പിള്ളേരാണ്. ഇപ്പം ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തൊക്കെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഗവൺമെന്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലും സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ റെക്കഗ്നൈസ്ഡ് ആണ്. പിന്നെ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട്, സീഡ് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്കീം CGTMSE സ്കീം എന്ന് പറഞ്ഞിട്ട് സ്കീമുണ്ട്. ആ സ്കീം ത്രൂ നമുക്ക് അതെങ്ങനെയാണ് ക്വാളിഫൈ ആവുന്നത്? പ്രസന്റേഷൻ തന്നെയാണ്. ഇവര് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ പോയിട്ട് ബാങ്കുകാരായിട്ട് പ്രസന്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യണം. അവർക്ക് തോന്നണം നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയ ആണെന്ന് അവർക്ക് തോന്നണം. അതിലെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? കൊളാട്രൽ ഫ്രീ ആണ്. 5 crore വരെ കൊളാട്രൽ ഫ്രീ ലോൺ കിട്ടും. വേറെ സ്കീമിലാണ് കൊളാട്രൽ ഫ്രീ, വേറെ ഒരു സ്കീമിലും കിട്ടത്തില്ല. എന്ന് വെച്ചാൽ അതൊരു ടോപ്പപ്പ് പോലത്തെ, ഇങ്ങനെ ഓൺ ടൈം അല്ല. നമുക്ക് ഈ 5 crore അറ്റ് എ ടൈം അവർ തരുന്നില്ല. നമുക്ക് ആവശ്യാനുസരണം ഇപ്പം നമ്മൾ ഏകദേശം 1.5 crore ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ നമുക്ക് പല സിറ്റുവേഷൻ, നമുക്ക് എപ്പോഴാണോ ഫണ്ട് ആവശ്യം വരുന്നത് ആ സമയത്ത് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1.5 കോടി രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഇതിനകത്ത് എന്താണ് അത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ളത് എന്നുള്ളതാണ് ഒരു ചോദ്യം. മെയിൻലി നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്, ഇവൻ ഇൻവെസ്റ്റേഴ്സും ബാക്ക് ഔട്ട് ആവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് എന്നുള്ളതാണ്. കാറ് വേണം. ഇപ്പൊ എത്ര കാറുണ്ട്? ഇപ്പൊ നമുക്കൊരു 7 കാറുണ്ട്. അപ്പോൾ ഈ കാറ് വാങ്ങാൻ, ഈ 7 കാർ എന്ന് പറയുമ്പോൾ 70 ലക്ഷം രൂപ മുകളിൽ അത് തന്നെയായി. മനസ്സിലായി. പിന്നെ നമുക്ക് ട്രാക്ക് വേണം. അപ്പം ട്രാക്ക് ശരിക്കും ഇല്ലാതെ നമുക്ക് പഠിപ്പിക്കാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് എനിക്ക് ട്രാക്ക് നിർബന്ധം. അപ്പോൾ ഈ ട്രാക്ക് എന്ന് പറയുമ്പം, അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്രേക്കിംഗാണ് പഠിപ്പിക്കുക. ഫസ്റ്റ് ഇവരെ പിക്ക് ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ പാസഞ്ചർ സീറ്റിൽ ഇരുത്തിയിട്ട് ആദ്യം ബ്രേക്കിംഗ് പഠിപ്പിക്കും. ബ്രേക്കിംഗ് പഠിപ്പിച്ചിട്ട് നമ്മുടെ ട്രാക്കിൽ വരും. ട്രാക്കിൽ വന്നിട്ട് സ്റ്റിയറിംഗ് റെഡിയാക്കും. അപ്പം പ്രോപ്പർ പുഷ് പുൾ മെത്തേഡിൽ. എന്താണ് ഈ പുഷ് പുൾ മെത്തേഡ് എന്ന് വെച്ചാൽ 2 കൈയും സിമ്മട്രിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ ഏതൊരു മൊമെൻറ്റിലും 2 കൈയും സിമ്മട്രിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കും. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു മൊമെൻറ്റിലും നമുക്ക് നമ്മുടെ ഹാൻഡ്സ് തിരിക്കാൻ, ഇപ്പോൾ ലെഫ്റ്റിലോട്ടാണെങ്കിലും റൈറ്റിലോട്ടാണെങ്കിലും തിരിക്കാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. അത് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ എയർ ബാഗിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യില്ല. ഇത് രണ്ടുമാണ് മെയിൻ അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ കൈയിലെ മൂവ്മെൻറ്റ് ഇതാണ്, ഇങ്ങനെ മൂവ് ആവും. ഇങ്ങനെ 2 കൈയും സിമ്മട്രിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കും ഫുൾ ടൈം. അതാണ് ഈ പുഷ് പുൾ മെത്തേഡ്. ഈ പുഷ് പുൾ മെത്തേഡിൽ കറക്റ്റായിട്ട് സ്റ്റിയറിങ് നമ്മളെ ട്രാക്കിൽ ഇങ്ങനെ റൈറ്റും ലെഫ്റ്റും 2 റൗണ്ട് ഇങ്ങനെ കറങ്ങി റെഡിയാക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാക്ക് ഉണ്ട്? സ്വന്തമായിട്ട് ട്രാക്കുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 2 ട്രാക്കുണ്ട് ഇവിടെ. അപ്പോൾ ഈ ട്രാക്ക് അതൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് ആക്ച്വലി. കാരണം നമുക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. പിന്നെ പാർക്കിംഗ് ഒക്കെ പഠിപ്പിക്കാനൊക്കെ ആ ട്രാക്ക് നമുക്ക് വേണം. പാർക്കിംഗ്, റിവേഴ്സിങ് ഒക്കെ പഠിപ്പിക്കുന്ന ആ ട്രാക്കിലാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് സ്റ്റിയറിംഗ് ആണ്. ഈ ട്രാക്കിൽ മിക്കവർക്കും ഡയറക്റ്റ് നമുക്ക് റോഡിൽ ഇറക്കിയിട്ട് ഭയങ്കര സ്ലോ ചെയ്ത് ആദ്യമേ സ്റ്റിയറിംഗ് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന വണ്ടിയൊക്കെ ബുദ്ധിമുട്ടാവും. ഇവർക്ക് പാനിക്കായിട്ട് ഇവർക്ക് നേരെ പഠിപ്പിക്കാനും പറ്റില്ല. കാരണം കർവിൽ ഒരുപാട് തിരിക്കേണ്ടി വരില്ല. മറ്റേ നമ്മൾ നല്ലപോലെ സ്റ്റിയർ ചെയ്ത് കൈ റെഡിയാവും. കൈ റെഡിയായിട്ട് അടുത്ത് റോഡിൽ ഇറക്കുമ്പം ഈ സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് നമ്മൾ നോർമലി പറയുന്ന ഒരു സംഭവമാണല്ലോ, ആ ഒരു ഇഷ്യൂ നമുക്ക് വരില്ല. അവർ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ റോഡിൽ ഇറങ്ങുമ്പം അത്യാവശ്യം നല്ലപോലെ സ്റ്റിയർ ചെയ്യും, ട്രാക്കിൽ സെറ്റ് ആയി. അതാണ് ഏറ്റവും ഗുണം ഈ ട്രാക്കിനെ കൊണ്ട്. അപ്പോൾ ഈ ട്രാക്കില്ലാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ട്രാക്കില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി നമുക്ക് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പഠിപ്പിക്കാൻ കുറച്ചുകൂടെ പാടായിരിക്കും. അവർക്ക് കൂടുതൽ ടൈം എടുക്കും പഠിക്കാൻ. ശരിക്കും ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് വയബിൾ. പക്ഷേ എന്താ പറയുക, ഈ ഒരു നമ്മുടെ സ്ട്രക്ചർ അതിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ ഈ ഒരു സിലബസിൻ്റെ ഒരു ഭാഗമാണ് ഈ ട്രാക്ക് എന്ന് പറയുന്നത്. പിന്നെ പാരലൽ പാർക്കിങ്ങും ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പിന്നെ വേറെ എന്തായാലും ഒരു സ്ഥലം വേണമല്ലോ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യണം, അതിനും സ്ഥലം വേണം. പാസ്സായി പോയിട്ടുണ്ട്.
ലൈസൻസ് എടുക്കുന്നതല്ല നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. നമ്മൾ ട്രാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ട് എന്ന് വണ്ടി ഓടിക്കുക, അന്നാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. ആ ഒരു കസ്റ്റമർ പാസ്സായെന്ന് വേണമെങ്കിൽ പറയുന്നത്, ആളുടെ വണ്ടി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു കാറ് ഓടിക്കാൻ പ്രാപ്തൻ എപ്പോൾ ആവും, അപ്പോഴാണ് നമ്മൾ അവരുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിയുന്നത്. അപ്പോൾ തുടക്കം തൊട്ട് ഇപ്പം നമുക്ക് വന്നിട്ടുള്ള കൂടുതൽ കസ്റ്റമേഴ്സ് ലൈസൻസ് ഓൾറെഡി ഉള്ള ആൾക്കാരാണ്. ലൈസൻസ് പണ്ടേ എടുത്തു വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാറിനോടാത്ത ആൾക്കാർ. അതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയ ആൾക്കാരാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ലൈസൻസ് എടുത്തിട്ട് വീണ്ടും 2-3 വട്ടം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ പോയി ശ്രമിച്ചിട്ടുമുള്ള ആൾക്കാരാണ്. അവർ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ മിക്കവരും നിർത്തുന്ന നമുക്കിവിടെ ടെക്നോ പാർക്ക് IT പ്രൊഫഷണൽസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾസുകാരുടെ പെരുമാറ്റമൊന്നും ഇവർക്ക് പിടിക്കത്തില്ല. ഇവർ അങ്ങനെ നിർത്തി വരുന്ന ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പോൾ കാരണം അവിടെ പോകുമ്പോൾ ദേഷ്യപ്പെടും, ചീത്ത വിളിക്കും, ചിലർ നുള്ളും, അടി കൊടുക്കും. അങ്ങനത്തെ കുറേ പരിപാടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇവർക്കൊന്നും ശരിയാവില്ല. എസ്പെഷ്യലി ലേഡീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഒരു 30 to 40 ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. അത് ലൈസൻസ് എടുത്തവർ. ഇവർ 18 വയസ്സൊക്കെ ആയപ്പോൾ ലൈസൻസ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടോ, അതിനുശേഷം ഇന്നുവരെ വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് വീട്ടിൽ മിക്കവർക്ക് 2-3 കാറുണ്ടാവും, പക്ഷേ എപ്പോഴും ഊബർ പിടിക്കേണ്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ ഭൂരിപക്ഷം കസ്റ്റമേഴ്സ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് അവർക്ക് ആവശ്യം. ദേഷ്യപ്പെടാതെ നല്ല പ്രൊഫഷണലി പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറിനെയാണ് അവർക്ക് ആവശ്യം. അത് തന്നെയാണ് നമ്മുടെ പ്രൈമറി കസ്റ്റമർ ബേസ്. ഇതെല്ലാരും ഈ പാസ്സായി പോയെന്ന് പറയുന്ന എല്ലാരും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഉള്ളൊരു രീതിയിലോട്ട് മാറിയ ആൾക്കാരാണ്. അവര് ആദ്യം നമ്മുടെ വണ്ടിയിൽ പഠിപ്പിക്കും, അത് കഴിഞ്ഞ് അവരെ വണ്ടിയിലും പഠിപ്പിക്കും, എന്നിട്ട് അവർ ഓടിക്കാൻ. പിന്നെ ചിലർ അവർ സ്വന്തമായിട്ട് അടുത്ത് വണ്ടി എടുക്കും. വണ്ടി എടുത്തിട്ട് മിക്കവർക്കും പാർക്കിംഗ് ഒരു ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ടെക്നോ പാർക്ക് വരെ എത്തും. അത് കഴിഞ്ഞ് അവിടെ പാർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും. അപ്പോഴും നമ്മൾ ഇൻസ്ട്രക്ടർ ബൈക്കിൽ അവിടെ പോയി അവരുടെ സ്ഥലത്ത് പാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അവരെ വീട്ടിൽ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ചിലയിടത്തൊക്കെ നല്ല പാടാണ്, ഫ്ലാറ്റിലൊക്കെ പാർക്കിംഗ് ഭയങ്കര കൺജസ്റ്റഡ് പാർക്കിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെ ഫ്ലാറ്റിൽ പോയി പാർക്കിംഗ് ഒക്കെ പഠിപ്പിച്ച്. പിന്നെ ലുലു എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. ലുലുവിൽ പാർക്കിംഗ് പഠിക്കണം, ഇതെല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്ന ഒരു സാധനം. അപ്പോൾ അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവർ കോമൺ ആയിട്ട് പോകുന്ന സൂപ്പർ മാർക്കറ്റ്സ്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവരുടെ സലൂൺസ്, അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ പോയി പാർക്കിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഫുള്ളി കോൺഫിഡൻ്റ് ആവുന്നവരെ നമ്മൾ കൂടെ ഉണ്ടാവും. അതാണല്ലോ വേണ്ടത്. എങ്ങനെയും വണ്ടി ഇവിടെ നിന്ന് A to B എത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് സേഫായിട്ട് തിരിച്ചും വരണം, പാർക്കും ചെയ്യണം, എല്ലാം ചെയ്യണ്ടേ. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും സിറ്റുവേഷൻസ് വരും. അതായത് ഈ ഇടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. പണ്ട് പഠിച്ച് പോയി കുറേ കാലമായിട്ട് സ്വന്തമായിട്ട് ഓടിക്കുന്ന ഒരാളാണ്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം, വണ്ടിയുടെ വിൻഷീൽഡിൻ്റെ പുറത്ത് ഫോഗ് വരുന്നു. എത്ര വൈപ്പർ ഇടുമ്പോൾ പോവും, വീണ്ടും വരും, വൈപ്പർ ഇടുമ്പോൾ പോവും, വീണ്ടും വരും. അത് നൈറ്റ് ഓടിച്ചപ്പോൾ. പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പഠിപ്പിച്ചപ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി എനിക്ക് അതിന്റെ ഉത്തരം അറിയത്തില്ലെന്ന് പറഞ്ഞില്ല. കാർ വാങ്ങുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങണമെന്ന് വെച്ചാൽ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ മാനുവൽ വായിക്കണം. ആ മാനുവൽ വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഡൗട്ട് വരില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ AC രണ്ട് രീതിയിൽ ഫോഗ് വരും. ഫോഗ് വരുന്നതിൻ്റെ റീസൺ എന്താ? കണ്ടൻസേഷൻ കാരണമാണ് ഫോഗ് വരുന്നത്. അപ്പോൾ നമ്മൾ തണുപ്പ് സമയത്ത് വണ്ടി ഓടിക്കുമ്പം വെളിയിൽ തണുപ്പ് കൂടുതലാകുമ്പോൾ അകത്ത് വരും. പുറത്ത് ചൂടുള്ള സമയത്ത് നമ്മൾ നല്ല AC ടെമ്പറേച്ചർ ഇട്ടിട്ട് വിൻഷീൽഡ് മറ്റേ ഡീഫോഗർ ഒന്ന് ഓണാക്കി നോക്കും, പുറത്ത് വരും ഫോഗ്. അപ്പോൾ ഈ 2 കേസാണ് വരുന്നത്. ഒന്നിൽ പുറത്ത് തണുപ്പ് കൂടുതലാകുമ്പം അകത്ത് ഫോഗ് വരും, അകത്ത് തണുപ്പ് കൂടുതലാകുമ്പോൾ പുറത്ത് ഫോഗ് വരും. ഈ 2 സിനാറിയോ വരും. അപ്പോൾ ഈ പുറത്ത് ഫോഗ് വരുന്ന ചില വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പുറത്ത് ഇങ്ങനെ ഫോഗ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അപ്പം അതിൽ നമ്മൾ മറ്റേ ഇത് ചെയ്താൽ മതി, വൈപ്പർ ഇതവണ ഓണാക്കുമ്പോഴത്തേക്കും വൈപ്പർ വന്ന് അത് ഫോഗ് പോവും, പക്ഷെ വീണ്ടും വരും, വീണ്ടും പോകും. അപ്പോൾ ഇത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിൻഷീൽഡിൻ്റെ അകം ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. പുറത്ത് ചൂടായതുകൊണ്ടല്ലേ അത് വരുന്നത്. അപ്പം വിൻഷീൽഡിൻ്റെ അകം ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അതായത് ഹീറ്റ് കൂട്ടിയിട്ടിട്ട് നമ്മൾ മറ്റേ ഡീഫോഗർ ഓണാക്കുക, ഹീറ്റ് കൂട്ടിയിടുക, വിൻഷീൽഡിൻ്റെ അകം ചൂടാക്കുക. അത് ചൂടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ നോർമൽ AC ഇട്ട് പോയി കഴിഞ്ഞാൽ മതി. പിന്നെ അതുപോലെ തണുപ്പാണ്. ഇപ്പം ഈ തണുപ്പ് സമയത്ത് ഓടിക്കുമ്പം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഹീറ്റ് ഇടുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഹീറ്റ് ഇടാൻ പാടില്ല, ടെമ്പറേച്ചർ കൂട്ടിയിടാൻ പാടില്ല, ടെമ്പറേച്ചർ കുറച്ചിടണം. കാരണം പുറത്തുള്ള ടെമ്പറേച്ചറായിട്ട് മാച്ച് അല്ലേ ചെയ്യേണ്ടത്. പുറത്ത് ടെമ്പറേച്ചർ കുറവായതുകൊണ്ടാണ് അകത്ത് ഇത് വരുന്നത്. അപ്പോൾ അകത്തെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടത്. അപ്പോൾ മിനിമം ടെമ്പറേച്ചറിൽ നമ്മൾ ഡീഫോഗർ ഓണാക്കി ഇടുക. പിന്നെ ഔട്ടർ സർക്കുലേഷൻ കൂടെ ഓണാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും ഫോഗ്. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അത് ചിലർ ഹീറ്റാക്കും. ഈ ഹീറ്റാക്കി കഴിഞ്ഞാൽ ചില സമയത്ത് എന്ത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് അകത്ത് ഫുള്ള് നിങ്ങളൊരു ടെൻറ്റിനകത്ത് ഇരിക്കുന്ന ഫീലാവും. എന്ന് വെച്ചാൽ ഫുൾ ഫോഗ് നിറയും. വിൻഷീൽഡും
ഈ നമ്മുടെ വിൻഡോസും എല്ലാം ഫോഗ് കൊണ്ട് നിറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ് ഡ്രിവൻ സാധനമല്ല ഇപ്പോൾ പറഞ്ഞത്, ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലോട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് പറയുന്ന സാധാരണ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിലോട്ട് വരാൻ പറ്റുന്നൊരു രീതിയാണോ നമ്മുടേത്? ഞാൻ നേരത്തെ ടെസ്റ്റ് ഇപ്പോൾ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വന്നേ പറ്റൂ. ഇപ്പോൾ ഊബർ വന്ന സമയത്ത് ആദ്യം ഇവരെല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്തു, ഡ്രൈവേഴ്സ് എല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്തു, ഊബർ പറ്റൂല. ഈവൻ ഇപ്പോൾ ഇവിടെയും പല പല സ്ഥലങ്ങളിലും ഊബറിൽ ഡ്രൈവേഴ്സിന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴോ ആ പ്രൊട്ടസ്റ്റ് ചെയ്ത ഡ്രൈവേഴ്സ് തന്നെ ഊബർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവർ കാലത്തിനൊപ്പം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ബാക്കി അഡ്വാൻസ്മെൻറ്റ്സും ഇമ്പ്രൂവ്മെൻറ്റ്സും വന്നേ പറ്റൂ. അത് ഏതൊരു ബിസിനസ് ആണെങ്കിലും അത് ആ ഒരു അഡ്വാൻസ്മെൻറ്റ്സ് ചെയ്യാത്തിടത്തോളം കാലം അവർ ഫീൽഡ് ഔട്ട് ആവും. ഇപ്പോൾ എല്ലാവർക്കും കൺവീനിയൻസ് ആണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും ആദ്യം എന്താ ചെയ്യുന്നത്, ഫോൺ എടുക്കും അല്ലേ? ഇപ്പോൾ ഉപ്പോട്ട് കർപ്പൂരം വരെ എല്ലാം വീട്ടിൽ കിട്ടും. ഈവൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വരെ നമുക്ക് ആപ്പ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് കൺവീനിയൻസും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. അത് പ്രൊവൈഡ് ചെയ്യാൻ ബിസിനസ് വില്ലിങ് ആവണം. അല്ലാതെ ഡ്രൈവിംഗ് സ്കൂൾസ് ഞാൻ പഴയ പ്രോസസ്സിലേ നിൽക്കുള്ളൂ, നീ വേണമെങ്കിൽ ഇവിടെ വന്ന് പഠി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് കൺവീനിയൻസ് എവിടെയാണോ അവർ അവിടെ പോകും. അപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂൾസ് ഏത് ബിസിനസ് ആയാലും അങ്ങനെ തന്നെയാണ്, കാലത്തിനൊപ്പം മാറിയേ പറ്റൂ. നമുക്ക് എല്ലാവരും അറിയാത്ത കുറച്ച് ഈ ഒരു സ്കില്ലിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതി, ഒരു ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിങ്ങിൽ നമ്മുടെ സീറ്റിംഗ് പൊസിഷനും നമ്മൾ കൈ വെക്കുന്നതും കാല് വെക്കുന്നതും നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് ജേർണി നമുക്കൊരു പെയിൻഫുൾ ആയിരിക്കില്ല, എൻജോയബിൾ ആയിരിക്കും. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇരിക്കണം അവിടെ തുടങ്ങാം. എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സീറ്റ് ഇപ്പോൾ 8 വേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, 6 വേ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. 8 വേ എന്ന് പറയുമ്പോൾ ഹൈറ്റും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് 8 വേ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ അത് ഓർഡർ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതെന്ന് വെച്ചാൽ നമ്മൾക്ക് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടാൻ പറ്റണം, ഹിപ്പ് നീയും സെയിം ലെവലോ ഇങ്ങനെ ലെവലാവണം. ലെവലല്ല എന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെയിം ലെവലാക്കുക. ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ സീറ്റ് അഡ്ജസ്റ്റ് ആവുന്നത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് നീയും സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ളതാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളുടെ, അതെ, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ളത്. അപ്പോൾ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാല് ഫുൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ഹിപ്പ് നീയും സ്ട്രെയിറ്റ് ആയിരിക്കണം ക്ലച്ച് ചവിട്ടുമ്പോൾ. പിന്നെ നമ്മുടെ കാല് സീറ്റിൽ, അതായത് തൈസില്ലേ, സീറ്റിൽ ഒരുപാട് പ്രസ് ആവരുത്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് ബാക്കിലോട്ട് ഇടുവാണെങ്കിൽ, കുറച്ചധികം ബാക്കിലോട്ട് ഇടുവാണെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ നമ്മുടെ തൈസിൽ പ്രഷർ വരും. അതായത് തൈസ് സീറ്റിൽ പ്രസ്സാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം നമുക്കത് അധികം ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ പറഞ്ഞ ലോങ് ഓടിക്കുമ്പോൾ അത് നമുക്ക് കാലിൽ സ്ട്രെയിൻ കൂടുതലാണ്. പിന്നെ ബാക്ക് റെസ്റ്റ് ഒരു 110 ഡിഗ്രിയാണ് സ്റ്റാൻഡേർഡൈസ് നോർമലി പറയുന്നത്. അത് പക്ഷേ ആൾക്കാരുടെ ഹൈറ്റ് അനുസരിച്ച് 120 അങ്ങനെ ചെറിയ ഡിഫറൻസ് വരും. അപ്പം ബേസിക്കലി ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് കൈ ഒരുപാട് സ്ട്രെയിറ്റ് ആവാനും പാടില്ല, കൈ ഒരുപാട് ബെൻഡ് ആവാനും പാടില്ല. ഒരു ചെറിയൊരു ബെൻഡും ആവണം. സ്റ്റിയറിങ്ങിൻ്റെ മേൾ വശം വരെ നമുക്ക് കൈ സുഖമായിട്ട് എത്താനും വേണം. റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ബാക്ക് റെസ്റ്റ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെ സെൻറ്ററും ഹെഡ് റെസ്റ്റിൻ്റെ സെൻറ്ററും സെയിം ലെവലിൽ വരുന്ന രീതിയിൽ ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യുക. എപ്പോഴും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ സ്റ്റിയറിങ്ങും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, മിറേഴ്സും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എന്താ പറയുക, ഒരു മിററിൻ്റെ ഒരു 10% നമുക്ക് വണ്ടി കാണണം, ബാക്കി 90% റോഡ് കാണണം. ആ ഒരു രീതിയിൽ ലെഫ്റ്റ് റൈറ്റ്. അതും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒന്നും കാണാതെ പഠിക്കാൻ പാടില്ല കേട്ടോ ഡ്രൈവിങ്ങിൽ. അതായത് ഇപ്പോൾ 10% എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റുവേഷനിലും മിറർ അങ്ങനെയല്ല വയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഹൈവേസിൽ നല്ല ഒരു 80 സ്പീഡിലൊക്കെ 80 അബോവിലൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് 10% വണ്ടി കാണണമെന്ന് നിർബന്ധമില്ല. വണ്ടി ഒരു 1% വണ്ടി കണ്ടാൽ മതി, മിററിൻ്റെ ഒരു 1% വണ്ടി കണ്ടാൽ മതി. ബാക്കി കൊടുക്കാൻ അത്രയും കൂടുതൽ വിസിബിലിറ്റി വേണം. നമുക്ക് നല്ല സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് അപ്പുറത്തെ ലൈൻ ചേഞ്ച് ചെയ്യാനൊക്കെ നല്ലപോലെ വിസിബിലിറ്റി വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് അങ്ങോട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ലോവർ ആക്കണം മിറർ. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചില മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അപ്പോഴപ്പോഴും ചെയ്യേണ്ടിയൊക്കെ വരും മിറേഴ്സിൽ. നോർമലി ഒരു 10% കാണണം, അത്രേ ഉള്ളൂ. സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരില്ലേ, മുകളിലത്തെ ഒരു സെമി സർക്കിൾ പോലെ, ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി, ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആയിക്കോളും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ ഓരോ സാധനം ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എന്നിട്ട് ഫസ്റ്റ് ചെയ്യണ കാര്യം,
നിങ്ങൾ ഗിയർ ഇട്ടിട്ടാണോ ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നത്, ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടാണോ ഗിയർ ഇടുന്നത്? ഡ്രൈവ് മോഡ് ഇടും. ആദ്യം ഞാൻ ഇതാണ് ഹാൻഡ് ബ്രേക്ക് താത്തിട്ടാണ് എന്നിട്ട് ഡ്രൈവ് Drive mode മോഡ്. എടുത്തത്. ശരിക്കും എപ്പോഴും ഗിയർ ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ലാസ്റ്റ് ആണ്, അതായത് വണ്ടി നമ്മൾ മൂവ് ചെയ്യാൻ റെഡി ആണെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, അത് ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്ത ഉടനെ നമ്മുടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടല്ലോ, ഒരു സിമ്പല് നമ്മുടെ ഡാഷ്, റെഡ് കളറും അത് പോയോ ഇല്ലേ എന്ന് വെരിഫൈ ചെയ്യണം. അത് കാരണം അത് പോയില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടും അത് പോയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മെയിൻ ബ്രേക്ക് ഫെയിലിയർ എന്നാണ്. നമുക്ക് മെയിൻ ബ്രേക്കിന് എന്തോ ഇഷ്യൂ, ചിലപ്പം ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവാം, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ചിലർ വിചാരിക്കും സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന്. അങ്ങനത്തെ ഇഷ്യൂ നമുക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഒരു കാറ് ഒരു ദിവസം രാവിലെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻ ബ്രേക്കിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻ ബ്രേക്ക് ഫെയിലിയർ ആണെങ്കിൽ ഒരു കാരണവശാലും വണ്ടി എടുക്കരുത്. വണ്ടി ഉടനെ ടോ ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ വിളിച്ച് പറയുക, അവർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ശീലമാണ്. ഇതിനകത്ത് ഹാബിറ്റ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ശീലമാണ്. ഹാൻഡ് ബ്രേക്ക് എടുത്ത ഉടനെ അത് പോയോ ഇല്ലയെന്ന് നോക്കുന്ന ഒരു ശീലം. അത് പോയി അതിന് ഏതെങ്കിലും ഒരു റെഡ് സിമ്പല്, അത് പ്രീ ഡ്രൈവിംഗ് ചെക്സ് എന്ന് പറയും. ഈ പ്രീ ഡ്രൈവിംഗ് ചെക്സ് പണ്ടൊക്കെ നമുക്ക് പഴയ വണ്ടികൾ സെൻസേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബോണറ്റ് നോക്കി ഇതൊക്കെ ചെക്ക് ചെയ്യും അല്ലേ, എയർ പ്രഷർ എല്ലാം ചെക്ക് ചെയ്യും. ഇപ്പോഴത്തെ വണ്ടികളിൽ സെൻസേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ബോണറ്റൊന്നും പൊക്കി ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ സെൻസേഴ്സ് അവിടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നോക്കിയാൽ മതി. ക്ലസ്റ്ററിൽ നോക്കുമ്പോൾ ഏതെങ്കിലും റെഡ് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കരുത്, ഒരു കാരണവശാലും വണ്ടി എടുക്കരുത് റെഡ് സിമ്പല്. പിന്നെ എന്താ പറയുക, സീറ്റ് ബെൽറ്റിൻ്റെ റെഡ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടേ വണ്ടി എടുക്കാവൂ. ഇൻ കേസ് എന്തെങ്കിലും യെല്ലോ ആണെങ്കിൽ, യെല്ലോൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കുന്നതിന് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് പോയി ഫിക്സ് ചെയ്യാം. അത് എന്താവാം, ലോ ഫ്യൂൽ ആവാം, സർവീസ് വാർണിംഗ് ആവാം, ടയർ പ്രഷർ വാർണിംഗ് ആവാം, എന്തോ ആവാം. അപ്പോൾ ടയർ പ്രഷർ വാർണിംഗ് ആണെങ്കിൽ നേരെ പോയി ടയർ ചെക്ക് ചെയ്യുക. പിന്നെ ഒരു സാധനമാണ് ടാക്കോമീറ്റർ. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ടാക്കോമീറ്റർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റർ. അതായത് RPM മീറ്റർ എന്ന് പറയില്ല. അപ്പോൾ ഈ RPM മീറ്റർ ഇവിടെ മിക്ക ഡ്രൈവിംഗ് സ്കൂൾസിനും പഠിപ്പിക്കുന്ന വണ്ടികളിൽ RPM മീറ്റർ പോലും ഉണ്ടാവില്ല. പഴയ വണ്ടികളിൽ RPM മീറ്റർ അങ്ങനെ വരാറില്ല. ചിലതിൽ എൻജിൻ്റെ വർക്കിങ്ങും ക്ലച്ചിൻ്റെ വർക്കിങ്ങും ട്രാൻസ്മിഷൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് മെക്കാനിക്സ് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അതനുസരിച്ച് വണ്ടി ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നതിന് മുന്നേ ആ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞാലല്ലേ നമ്മളതൊക്കെ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ബേസിക് മെക്കാനിക്സ് ഞാൻ ഫുൾ ഇൻഡെപ്ത് അറിയണമെന്നല്ല, പക്ഷേ ബേസിക് എൻജിൻ കറങ്ങുന്നത് ഇത്ര സ്പീഡിലാണെന്നെങ്കിലും അറിയണം. അത് എൻജിൻ കറങ്ങുന്ന സ്പീഡാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് എൻജിന് 4000 RPM മുകളിലൊക്കെ കയറാൻ പാടില്ല. മീൻസ് ഫ്യൂവൽ ഒരുപാട് ബേൺ ആവും. അതുകൊണ്ട് നമ്മൾ അടുത്ത ഗിയർ മാറ്റണം. കാരണം RPM ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി എല്ലാം ചെയ്യുന്നത്. IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരൊറ്റ RPM, അത് 1500 RPM ആയിരിക്കും നമ്മൾ കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. കാരണം ഈ 1500 RPM എന്ന് പറയുമ്പോൾ വണ്ടി അനുസരിച്ച് മാറും ഓഫ്കോഴ്സ്. 1500 RPM എന്ന് പറയുമ്പം എന്താ ഏറ്റവും നല്ല സ്മൂത്ത് ആയിരിക്കും, വണ്ടിക്കകത്ത് വൈബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഏറ്റവും മൈലേജും കിട്ടുന്ന RPM ആയിരിക്കും ഈ ഒരു 1500 RPM. അപ്പോൾ ആ ഒരു RPM മെയിൻറ്റെയിൻ ആക്കി ഓടിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2000 RPM എത്തുമ്പം അടുത്ത ഗിയറിലോട്ട് മാറ്റും അല്ലേ. പക്ഷേ ഇത് എപ്പോഴും നമുക്ക് RPM മീറ്റർ നോക്കിയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, സൗണ്ടും വൈബ്രേഷൻസും ആണ് നമ്മൾ വണ്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻസ് ആണ്. അപ്പോൾ അത് ഈ ലേണേഴ്സിനെ ആദ്യം നമ്മൾ RPM കാണിക്കും. RPM ബേസ് ചെയ്തിട്ട്, അതായത് ഒരു 3000 RPM ആകുമ്പോൾ വണ്ടിയുടെ സൗണ്ട് എന്താണ്, വണ്ടിയുടെ വൈബ്രേഷൻ എന്താണ്, ഒരു 4000 ആകുമ്പോൾ വണ്ടിയുടെ വൈബ്രേഷൻ സൗണ്ട് എങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞു കൊടുത്താലല്ലേ അതനുസരിച്ച് കയറ്റത്താണെങ്കിലും നമുക്ക് അതനുസരിച്ച് ഓടിക്കാൻ പറ്റും. ഇപ്പം ഫസ്റ്റ് സെക്കൻഡ് ഗിയർ കയറ്റത്ത് ഇടുവാണെങ്കിൽ നമുക്ക് എന്താ നോർമലി ഇടുന്ന പോലെ 2000 RPM മാറ്റാൻ പറ്റില്ല, ഒരു 4000 5000 RPM മാറ്റേണ്ടി വരും. അപ്പോൾ ആ സൗണ്ട് അവർക്ക് മനസ്സിലാക്കണം. ഓൾമോസ്റ്റ് മിക്ക വണ്ടിയിലും 800 ആണ് മിനിമം RPM വരുന്നത്. 700-ൻ്റെ 800-ൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും. അതിൻ്റെ താഴോട്ട് നമുക്ക് പോകാൻ പാടില്ല. കാരണം അതിൻ്റെ താഴോട്ട് പോയാൽ എഞ്ചിൻ ഓഫ് ആയി പോകും, സ്റ്റോൾ ആവും. എഞ്ചിൻ സ്റ്റോൾ ആവുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഈ ക്ലച്ച് എടുക്കുമ്പോൾ കാല് പോകുന്നതും ഇതും അത് കണക്റ്റഡ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാലല്ലേ ക്ലച്ചിൽ നിന്ന് കാല് എടുക്കാതിരിക്കും, അല്ലെങ്കിൽ അവർ ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കൂലേ. അപ്പോൾ അത് സ്റ്റോൾ ആവുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ 800 RPM താഴോട്ട് എഞ്ചിന് പോകാൻ പറ്റില്ല. കാരണം അതിന് ഓരോ സ്ട്രോക്ക് കഴിഞ്ഞ് ആ നെക്സ്റ്റ് സ്ട്രോക്കിൻ്റെ ആവശ്യമുള്ള ടോർക്ക് എന്ന് പറയുന്നത് പ്രീവിയസ് സ്ട്രോക്കിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് എഞ്ചിൻ എന്താ പറയുക, ഒരു മിനിമം RPM എപ്പോഴും ഈ 800 താഴോട്ട് എഞ്ചിന് പോകാൻ പറ്റാത്തത്. 800 താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോൾ ആവും. അപ്പോൾ നമ്മൾ 2000 RPM ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 4th ഗിയറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. അപ്പം മിക്കവരും
ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ മിക്കവരും എന്താ ചെയ്യുന്നത്, ആദ്യമേ ക്ലച്ച് അങ്ങ് ചവിട്ടും. മിക്കവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് സ്ലോ ചെയ്യുമ്പോൾ ആദ്യം ക്ലച്ച് ചവിട്ടണം ആദ്യം ബ്രേക്ക് ചവിട്ടണം. എന്താ നിങ്ങളെന്താ പറയും? ആദ്യം ബ്രേക്ക് കിട്ടണം. അല്ല, അത് സിറ്റുവേഷൻ അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ മിനിമം RPM-ലാണ്, കയറ്റത്താണ്, ആദ്യം ക്ലച്ച് ചവിട്ടും ബ്രേക്ക് ചവിട്ടും. അങ്ങനെയാണ് ക്ലച്ച് കിട്ടണം. ക്ലച്ച് ചവിട്ടണം. ഓൾറെഡി മിനിമം RPM-ലാണ്, പക്ഷെ ഒരു ഇറക്കത്തിലാണ്, ബ്രേക്ക് ചവിട്ടണം. സ്ട്രെയിറ്റ് റോഡാണ്, 2000 RPM ആണ്, ആദ്യം എന്ത് ചെയ്യണം, ബ്രേക്ക് ചവിട്ടണം. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അതാണ് ഞാൻ ഒന്നും കാണാൻ പിടിക്കരുത് ഡ്രൈവിങ്ങിന്. അപ്പോൾ ഈ സിറ്റുവേഷൻ അനുസരിച്ച് അവരിങ്ങനെ ചെയ്യണമെങ്കിൽ എഞ്ചിൻ്റെ വർക്കിംഗ്, എഞ്ചിൻ ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്ത് മിനിമം RPM എത്തിയതിനു ശേഷം എന്തുകൊണ്ടാണ് ക്ലച്ച് ചെയ്യുന്നത്, ക്ലച്ച് ചെയ്തതിനെ വണ്ടി ഓഫ് ആവും. അതുപോലെ ഓൾറെഡി കയറ്റമാണ്, കയറ്റത്ത് ഓൾറെഡി നമ്മൾ മിനിമം RPM-ലാണ്, പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ക്ലച്ച് വിടണം. ബേസിക്സ് ആണ്. അപ്പോൾ ആ ഒരു സാധനം അത് എഞ്ചിൻ്റെ ഈ പ്രവർത്തനം മിനിമം കുറച്ചെങ്കിലും അറിയണ്ടേ. ആക്ച്വലി നമ്മൾ അത് പഠിപ്പിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഗുണമുണ്ട്. ഇവർ ലൈക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് ലേണേഴ്സേ. അവർ ഞാൻ പറഞ്ഞ ഒറ്റ തവണ പോലും വണ്ടി ഓഫ് ആവാതെ പഠിച്ച ആൾക്കാരുണ്ട്. ആ ബേസിക് ചിലർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചിലർക്ക് ചില സ്റ്റുഡൻസ് ഉണ്ടല്ലോ നല്ല ലൈക്ക് എഞ്ചിനീയറിംഗ് വൈസ്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അവർക്ക് അല്ല പല കാര്യങ്ങളും നമ്മളിപ്പം നോർമലി ചുമ്മാ പറഞ്ഞ ഒരു ഇതിങ്ങനെയാണ് ഇതിന്റെ രീതി എന്ന് പറയുന്നേക്കാളും അതിനെ കുറച്ചുകൂടെ ഒരു മെക്കാനിക്കലി ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള രീതി പറഞ്ഞു മെക്കാനിക്കലി ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പഠിപ്പിച്ചു പോകുമ്പോൾ അവർക്ക് ലൈക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മറ്റത് കാണാപ്പാടാണ് ചെയ്യുന്നത്. ആദ്യം ക്ലച്ച് പതുക്കെ എടുക്കണം, അത് ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് ചവിട്ടണം, ആക്സിലേറ്റർ കാലെടുക്കണം. പല വണ്ടിയിലും അത് വ്യത്യാസമായിരിക്കും. കണ്ടീഷൻ അനുസരിച്ച് ചിലതില് പലതും പല രീതിയിലായിരിക്കും. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം, എല്ലാ വണ്ടിയും ഡിഫറൻ്റ് ആണ്, എല്ലാ റോഡ് സിറ്റുവേഷനും ഡിഫറൻ്റ് ആണ്. അത് ഒരു പ്രൈമറി ബേസിക് കാര്യമാണ്. അതുപോലെ ക്ലച്ചിൻ്റെ വർക്കിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ക്ലച്ചിൻ്റെ വർക്കിംഗ്. ക്ലച്ചിൻ്റെ വർക്കിംഗ് പഠിപ്പിക്കാതെ എങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. കാരണം മാനുവൽ വണ്ടിയിൽ നമുക്ക് ഏറ്റവും കൺട്രോൾ തരുന്ന സാധനമാണ് ക്ലച്ച്, അല്ലേ? അപ്പോൾ ആ ക്ലച്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയാനില്ലെങ്കിൽ എങ്ങനെയാണ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത്? 2 ഡിസ്ക്കാണ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ, അത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ഡിസ്ക്, ഒന്ന് ഫ്ലൈ വീലും ക്ലച്ച് പ്ലേറ്റും ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ പ്രഷർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് ട്രാൻസ്മിഷൻ ത്രൂ ടയറുമായിട്ട് കണക്റ്റഡ് ആണ്, വെഹിക്കിളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, ഇത് രണ്ടും തമ്മിൽ തട്ടും. ഇത് ജോയിനായി ഇങ്ങനെ ഇരിക്കും, രണ്ടും ഒരുമിച്ച് ഇങ്ങനെ കറങ്ങും, അല്ലേ? അപ്പോൾ എന്താ, എഞ്ചിനായിട്ട് നമ്മളെ വണ്ടി ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ക്ലച്ച് ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് തമ്മിൽ ഗ്യാപ്പ്, ഇത്രേ ഉള്ളൂ, സിമ്പിൾ മെക്കാനിക്സ്. ഇത് ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പം എന്താ, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്ലൈ വീല്, അതായത് എഞ്ചിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ ഫ്ലൈ വീൽ, അത് ഇൻഡിപെൻഡൻ്റ്ലി കറങ്ങിക്കൊണ്ടിരിക്കും, വണ്ടിയായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ നമ്മൾ ഈ ക്ലച്ച് 2 സ്റ്റെപ്പിന് വിടണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ഇൻഡിപെൻഡൻ്റ്ലി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് നമ്മളൊരു ലോഡ് കൊണ്ട് വയ്ക്കുവാണ്, അതായത് എഞ്ചിൻ്റെ വെയിറ്റ് കൊണ്ട് വയ്ക്കുവാണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം. അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് ക്ലച്ച് വിട്ടാൻ സംഭവിക്കും, ഇത് പോയി ഒരടി അടിക്കും, ഇതിനെ പിടിച്ച് കറത്തും, എഞ്ചിൻ ഓഫ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ ആദ്യം എന്താ ബൈറ്റ് പോയിന്റ് വരും. ബൈറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ടച്ച് ആവുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ ഹയർ ബൈറ്റ് പോയിന്റ്, ലോവർ ബൈറ്റ് പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ടച്ച് ആവുന്ന പോയിന്റ് ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇത് കറങ്ങുവാണ്, ഇത് കറങ്ങാത്ത ഒരു സാധനമാണ്, ഇത് തമ്മിൽ ഒരയുന്ന അതാണ് ആ വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സ്പീഡ് ഔട്ട് ഓഫ് സിങ്ക് ആണല്ലോ, ഒന്ന് വെറുതെ. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് സിങ്ക് ആവുന്ന ഒരു ടൈമുണ്ട്, അതാണ് ആ ഒരു ഗ്യാപ്പിനെയാണ് ക്ലച്ച് സ്ലിപ്പേജ് എന്ന് പറയുന്നത്. ഈ ക്ലച്ച് സ്ലിപ്പേജ് കഴിഞ്ഞ് ഇത് തമ്മിൽ രണ്ടും സിങ്ക് ആയി കഴിയുമ്പം പിന്നെ ക്ലച്ച്, അതാണ് ആ സിങ്ക് ആവുന്ന അത്രയും സമയം നമ്മളവിടെ ഹോൾഡ് ചെയ്യണം ക്ലച്ച്. എന്നിട്ട് വൈബ്രേഷൻ ഫുള്ള് കഴിഞ്ഞു, ക്ലച്ച് സ്ലിപ്പേജും കഴിഞ്ഞു. പിന്നെ പതുക്കെ ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കണതിൽ അർത്ഥമില്ല, രണ്ടും ഒരേ സ്പീഡിൽ കറങ്ങുവാണ്, അല്ലേ? അപ്പോൾ പിന്നെ പതുക്കെ എടുത്താലും ഒരുമിച്ച് എടുത്താലും ഒറ്റയടിക്ക് കാലെടുത്താലും സെയിം എഫക്റ്റ് തന്നെയാണ്. പിന്നെ ഒറ്റയടിക്ക് കാലെടുത്ത് അങ്ങ് തറ വയ്ക്കുക, മനസ്സിലായി? ആ ക്ലച്ച് സ്ലിപ്പേജ് കഴിഞ്ഞിട്ട് കാലെടുത്ത് തറ വയ്ക്കുക. ഇതാ അപ്പോൾ ഈ ക്ലച്ചിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഒപ്പം ഈ കാല് ഓപ്പറേറ്റും കൂടെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഈ കാല് ചവിട്ടുമ്പോൾ ക്ലച്ച് നമ്മളൊരു പെഡലിൽ ചവിട്ടുമ്പോൾ എന്താണ് അകത്ത് സംഭവിക്കണമെന്ന് അറിയണമല്ലോ. അതുപോലെ വിടുമ്പോഴും എന്താണ് സംഭവിക്കണമെന്ന് അറിയണമല്ലോ. അല്ല, അങ്ങനെ അറിഞ്ഞ് പഠിക്കുമ്പോഴത്തേക്കും അവർക്ക് അത്രയും നല്ല പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. AT ആയിരുന്നു ആദ്യം ഓടിച്ചോണ്ടിരുന്നത്, പിന്നെ AMT ആക്കി. അപ്പൊ AT AMTയിലുള്ള വ്യത്യാസം ഭീകരമാണ്, വളരെ ഭീകരമാണ്. ഓട്ടോമാറ്റിക് എന്ന് പൊതുവെ പൊതുജനങ്ങൾക്ക് പറഞ്ഞു പറ്റിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ ഇതിന്റെ ഒരു മെക്കാനിസം രണ്ടും ഡിഫറെന്റ് ആണല്ലോ. അതെ, എൻ്റെ ഡിഫറെന്റ് ആണ്. AMT എന്ന് പറയുമ്പോൾ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ്. അതായത് നമ്മുടെ നോർമൽ മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ്, അതായത് മെക്കാനിക്കൽ പരമായിട്ട്
സാധാ മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ്. ഒരു കമ്പ്യൂട്ടർ ഇടയിൽ വെച്ചിട്ട് ഒരു RPM അനുസരിച്ച് ഗിയർ മാറ്റുന്നു, അത്രേ ഉള്ളൂ. AT എന്ന് പറയുമ്പോൾ എൻറ്റയർ ഡിഫറൻ്റ് ആണ്. AT എന്ന് പറയുമ്പം അതിനകത്ത് മറ്റേ പ്ലാനറ്ററി ഗിയർ സിസ്റ്റം വരുന്നത്. സൺ ഗിയേഴ്സും പ്ലാനറ്ററി ഗിയേഴ്സും വന്നിട്ട് അതെന്ന് വെച്ചാൽ മെക്കാനിക്കലി അത് ഓട്ടോമാറ്റിക്കാണ്. മനസ്സിലായി? ഭയങ്കര അടിപൊളി ഒരു എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആണ് ഉള്ള ഒരു ടെക്നോളജിയാണ് AT. കോംപ്ലിക്കേറ്റഡ് ഭയങ്കര ഒരു നല്ല ഗിയർ സിസ്റ്റം ആണ്. നല്ല ഗിയർ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗിയർ സിസ്റ്റം. അടിപൊളി. അത് കൂടുതലും കുറച്ച് പ്രീമിയം കാസിലും പിന്നെ നല്ല എന്താ പറയുക വലിയ ഹെവി വെഹിക്കിൾസിലൊക്കെയാണ് കൂടുതൽ AT വരുന്നത് അല്ലേ. പിന്നെ നമുക്ക് CVT ഉണ്ട്, ജാപ്പനീസ് ടെക്നോളജി. അതും ഈ ജെർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് AMTയുടെ ജെർക്ക് കുറയ്ക്കാനാണ് DCT വന്നത്. അപ്പം DCT എന്ന് പറയുമ്പോൾ AMTയുടെ അടുത്ത ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. മെക്കാനിക്കൽ പരമായിട്ട് ഗിയർ സിസ്റ്റം എല്ലാം സെയിം തന്നെയാണ്. 2 ക്ലച്ച് വരും, അത്രേ ഉള്ളൂ. ഈവൻ നമ്പേഴ്സ് ഓഫ് ഗിയേഴ്സിന് ഒരു ക്ലച്ചും ഓഡ് നമ്പേഴ്സ് ഓഫ് ഗിയറിന് ഒരു ക്ലച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആക്സിലറേറ്റർ സപ്പോസ് ആക്സിലറേറ്റർ കൊടുത്തിരിക്കുകയാണ്, നമ്മൾ വണ്ടി സെക്കൻഡ് ഗിയറിലാണ്, നമുക്കറിയായിരിക്കുമല്ലോ ഏത് ഗിയറിലാണ് പോകണതെന്ന്. അപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ക്ലച്ച് തേർഡ് ഗിയറായിട്ട് എൻഗേജ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്കും അടുത്ത ആക്സിലറേറ്റർ കൊടുത്ത് കുറച്ചുകൂടെ സ്പീഡ് കയറുമ്പോഴത്തേക്കും തേർഡ് ഗിയർ മാറ്റേണ്ട സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റിംഗ് നടക്കും. മറ്റേ ഈ ക്ലച്ച് മാറി ആ ക്ലച്ചിലാവും, ജെർക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് ഇതാവും. പക്ഷേ അതേസമയം നമ്മൾ ആക്സിലറേറ്ററിന് കാല് ഡീസിലറേറ്റിംഗ് ആണ് വണ്ടി, ബ്രേക്കിലോ കാല് വെച്ചേക്കാണ്, അല്ലെങ്കിൽ വണ്ടി ഡീസിലറേറ്റ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്ലച്ച് തേർഡിൽ നിന്ന് മാറി ഫസ്റ്റിലോട്ട് പോകും, ഫസ്റ്റുമായിട്ട് എൻഗേജ്ഡ് ആവും. അപ്പോഴത്തേക്കും എന്താ നമ്മൾ സ്ലോ ചെയ്ത് സെക്കൻഡിൽ ഇപ്പം കയറ്റമാണ്, സെക്കൻഡിൽ കയറുന്നില്ല, ഫസ്റ്റ് ഇടേണ്ട അല്ലെങ്കിൽ ബ്ലോക്കാണ്, ഫസ്റ്റ് ഇടേണ്ട സിറ്റുവേഷൻ വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു ജെർക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇതിൽ ജെർക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, അപ്പോൾ അതായത് ഒരു കയറ്റം വന്നെന്ന് വെച്ചോ, DCTയിൽ നിങ്ങൾ ഓടിക്കുകയാണ്, ഒരു കയറ്റം വരുവാണ്. അപ്പം കയറ്റത്ത് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് പോവുകയാണ്, തേർഡ് ഗിയറിൽ ആക്സിലറേറ്റർ കൊടുത്ത് പോകണമെന്ന് വെച്ചോ. പക്ഷെ വണ്ടി സ്ലോ ആവും, അല്ലെങ്കിൽ വണ്ടി തേർഡ് ഗിയർ കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും, സെക്കൻഡ് ഇടണം എന്നുള്ള സിറ്റുവേഷൻ വരും. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ പൊക്കോണ്ടേ, വണ്ടിക്ക് അറിഞ്ഞൂടല്ലോ കയറ്റമാണെന്ന്. അപ്പോൾ വണ്ടിക്ക് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കണമെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ വണ്ടി DCT തേർഡിലാണ് പോകണമെങ്കിൽ ഫോർത്തായിട്ട് എൻഗേജ് വെച്ചേക്കും. അപ്പോൾ നമ്മൾ പക്ഷേ വണ്ടിക്ക് പവർ ടോർക്ക് കൂടുതൽ വേണം. അപ്പോഴത്തേക്കും വണ്ടി റിയലൈസ് ചെയ്യും, ഓക്കെ ഫോർത്തല്ല വേണ്ടത്, സെക്കൻഡാണ് വേണ്ടത്, ഉടനെ അടുത്ത് മാറി സെക്കൻഡിലോട്ട് ഇടും. അപ്പോഴത്തേക്കും അവിടെ ജെർക്ക് വരും. മനസ്സിലായി? അത് ഒഴിവാക്കാനായിട്ട് നമുക്കറിയാമല്ലോ ആ ഒരു മൊമെന്റ്, നമുക്ക് എപ്പോഴാണോ തേർഡിൽ നിന്ന് സെക്കൻഡ് മാറ്റേണ്ടത് ആ ഒരു മൊമെന്റ് എത്തുമ്പോൾ ആക്സിലേറ്റർ നമ്മൾ കാലെടുത്ത് കൊടുത്താൽ മതി, വണ്ടി ജെർക്കില്ലാതെ കൂളായിട്ട് സെക്കൻഡ് വീഴും, എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. അതിപ്പം ഈ പറയുന്ന AMTയിലും ഇതേപോലെ വർക്കാവും, പക്ഷെ അത്ര ഭീകരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരില്ല. ഇപ്പം ഈ ഷിഫ്റ്റിങ്ങിന്റെ ടൈമിൽ നമ്മളിപ്പം ആക്സിലറേറ്റർ കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ടെങ്കിലും ഈ ജെർക്ക് വരും. ആ സമയത്ത് ഇപ്പം കയറ്റം, ഇപ്പം ഞാൻ ഓടിക്കുന്ന AMTയിൽ ഇപ്പം കയറ്റം വരുമ്പോൾ എനിക്കറിയാം ഇത് നേരെ ഇപ്പം ഫസ്റ്റിൽ മീൻസ് സെക്കൻഡിലാണ് പിടിച്ചു പോകുന്നതെങ്കിലും അത് ഫസ്റ്റ് വീഴും. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMT നിന്നിട്ടായിരിക്കും അടുത്ത് എടുക്കണം, ആ ഒരു ലാഗുണ്ട്. ഇത് ഇവിടുന്ന് എടുത്ത് അടുത്ത് ഫസ്റ്റിലോട്ട് പിടിച്ചിട്ട് കയറുമ്പോഴത്തേക്കും വണ്ടി അവിടെ നിൽക്കും, നിന്നിട്ട് ഗിയർ ഇട്ട് കയറി പോകും. അപ്പോൾ ഞാൻ ഈ കയറ്റം തുടങ്ങുമ്പോൾ തന്നെ ആക്സിലേറ്റർ നിങ്ങൾ കാലെടുത്ത് കൊടുക്കുമ്പോൾ സെക്കൻഡ് നേരെ അത് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റിൽ വീഴും. പിന്നെ അവിടെ ഒരു ജെർക്കും ഉണ്ടാവില്ല. ഈ പ്രശ്നങ്ങളൊന്നുമില്ല, EV എടുത്താൽ മതി. EV വരുമ്പോൾ ടെക്നോളജി എൻറ്റയർ ഡിഫറെൻ്റ് ആണ്. അവിടെ ഈ വണ്ടിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു സാധനം EVക്ക് ഇല്ല. ട്രാൻസ്മിഷൻ ഇല്ല, ഒറ്റ ട്രാൻസ്മിഷൻ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? എന്തുകൊണ്ട് EVക്ക് ട്രാൻസ്മിഷൻ ഇല്ല? ഡയറക്റ്റ് മോട്ടറിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതന്നെ, എന്തുകൊണ്ട്? ടോർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അതായത് ടോർക്ക് നമുക്ക് രണ്ടിടത്ത് പറയാം. അതായത് എഞ്ചിനാണേലും മോട്ടറാണേലും മോട്ടോർ സൈഡ് ഒരു ടോർക്ക് വരും, അതായത് അവിടെ. പിന്നെ അല്ലാതെ നമ്മുടെ ഗിയർ ഉണ്ടല്ലോ, ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, റൊട്ടേഷണൽ ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം EVക്കാണ് ഒറ്റ ഗിയറേ ഉള്ളൂ എന്ന് വെച്ചോ, അവിടെ ടോർക്ക് ആക്ച്വലി കോൺസ്റ്റന്റ് തന്നെയാണ് അല്ലേ. പക്ഷെ നമ്മൾ എന്താ പറയുക, EVയുടെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് ഇത് മാറും, ഫോഴ്സ് മാറുവാണ്. മനസ്സിലായോ? ഫോഴ്സ് മാറുമ്പം ടോർക്കും മാറും. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ EVക്ക് ഒറ്റ ഗിയറേ ഉള്ളൂ, ഒരൊറ്റ ഗിയറേ ഉള്ളൂ, നമുക്ക് ഇതിലുള്ള ഫസ്റ്റ് ഗിയർ മാത്രമേ ഉള്ളൂ. പക്ഷേ EVക്ക് കൂടുതൽ സ്പീഡിൽ കറങ്ങാൻ പറ്റും. അതായത് 20,000 RPM നമുക്ക് മോട്ടറിന് കറങ്ങാൻ പറ്റും. പക്ഷെ നമ്മുടെ IC എഞ്ചിന് കറങ്ങാൻ പറ്റില്ല. IC എഞ്ചിന് കറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് IC എഞ്ചിനും വേണ്ട, ഗിയർ വേണ്ടി വരില്ല. IC എഞ്ചിന് ഒരു 4,000 RPM മുകളിൽ കയറി കഴിഞ്ഞാൽ ഫ്യൂലൊക്കെ തീരും, വണ്ടി ഇപ്പോൾ സൗണ്ട് കേൾക്കും, അത്ര കപ്പാസിറ്റി ഇല്ല IC എഞ്ചിന്. അതാണ് മെയിൻ റീസൺ. അതുകൊണ്ടാണ് EVക്ക് ഗിയർ ഇല്ലാത്തതും ട്രാൻസ്മിഷൻ ഇല്ലാത്തതും ഇതിന് ട്രാൻസ്മിഷൻ ഉള്ളത്.
എന്നെ പഠിപ്പിച്ച ഡ്രൈവിംഗ് പഠിപ്പിച്ച ആശാൻ. ചെരുപ്പ് ഊരിയിട്ടിട്ട് ഓടിക്കണം, ചെരുപ്പ് ഊരിയിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈവിംഗ് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതെന്താണ് ഒരു പേഴ്സണൽ കണക്ഷൻ. കണക്ഷൻ. ചെരുപ്പ് ഊരുന്നത് ഭയങ്കര ബ്ലണ്ടറാണ്. കാരണം ചെരുപ്പ് ഊരിയിട്ട് വണ്ടി ഓടിക്കുമ്പം ഈ ചെരുപ്പ് ചില സമയത്ത് അവിടെ നിന്ന് നീങ്ങി ബ്രേക്ക് പെഡലിന്റെ അടിയിലൊക്കെ പോയി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ പ്ലാറ്റ്ഫോമിൽ, ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല. അപ്പം ചെരുപ്പ് എങ്ങാനും നമ്മുടെ ബ്രേക്കിന്റെ അടിയിൽ പോയി നമ്മൾ ചവിട്ടുമ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്യരുത്. ചെരുപ്പ് ഊരിയിട്ട് ഒരിക്കലും വണ്ടി ഓടിക്കരുത്. ചിലർ ഞങ്ങളെ സ്റ്റുഡൻസ് പഠിക്കാൻ വരുമ്പോൾ ആദ്യമേ വന്ന് അങ്ങ് ചെരുപ്പൊക്കെ ഊരിയിടും. കാരണം പഴയ ആശാന്മാർ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ചെരുപ്പ് ഊരിയുടെ പണി. അവർക്ക് പഴയ ശീലങ്ങൾ മാറ്റാൻ കുറച്ച് പാടായിരിക്കും. അവർക്ക് ചെരുപ്പ് ഇടുമ്പോൾ ഭയങ്കര ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഒരു മീറ്റിങ്ങിനൊക്കെ പോകാൻ ഷൂ ഇട്ട് പോവാണ്, ഷൂ ഊരിയിട്ട് വണ്ടി ഓടിച്ച് അവിടെ പോയിട്ട് ഷൂ ആൾക്കാരുടെ ഇടയിലൊക്കെ ഷൂ ഒക്കെ ഇടുന്ന അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. അതും ഒരിക്കലും ചെരുപ്പ് ഊരിയിട്ട് ഓടിക്കരുത്. ഈവൻ ഹീൽസ് ഇട്ട് വരുന്ന ആൾക്കാരുണ്ടാവും സ്റ്റുഡൻസ്, അവരെ കൊണ്ടുവരെ നമ്മൾ ഇട്ട് ഓടിപ്പിക്കത്തുള്ളൂ. പക്ഷെ ഞാനെപ്പോഴും എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഈ വാക്കിംഗ് ഷൂസ്, അങ്ങനെ സ്പോർട്സ് ഷൂസൊക്കെ കാലിൽ ലൈക്ക് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ ക്ലച്ചിന് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ചെരുപ്പ് ഇടുന്നതായിരിക്കും എപ്പോഴും കുറച്ചുകൂടെ കംഫർട്ട് ഡ്രൈവ് ചെയ്യാൻ. നമ്മുടെ ഈ വണ്ടിയിലുള്ള ഹസാർഡ് ലൈറ്റ് ഇല്ലേ, ഹസാർഡ് ലൈറ്റ് അത് എപ്പോഴാണ് ആക്ച്വലി ഉപയോഗിക്കേണ്ടത്? ചിലരത് ഈ വഴിയുടെ നടുക്കൂടെ പെട്ടെന്ന് പോകാൻ വേണ്ടി ഹസാർഡ് ലൈറ്റ് ഇട്ട് ആ സൗണ്ടൊക്കെ ഇട്ട് പോകുന്നവരുണ്ട്. ചില ബൈക്കുകാരുണ്ട് ചുമ്മാ മിന്നിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശരിക്കും ഈ ഹസാർഡ് ലൈറ്റ് ഇടത്തോട്ടും വലത്തോട്ടും അല്ല നേരെ പോകാൻ അത് എപ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത്? ഹസാർഡിന്റെ മീനിങ് എന്താണ്? അപകടം, ഡേഞ്ചർ അല്ലേ? അതെ, അപകടം ഉണ്ടാകുമ്പോഴാണ് ഹസാർഡ് ഇടേണ്ടത്. അല്ലാതെ സ്ട്രെയിറ്റ് റോഡ് പോകുമ്പം ഹസാർഡ് ഇടാൻ പാടില്ല, മഴയത്തും മഞ്ഞത്തൊന്നും ഹസാർഡ് ഇടാൻ പാടില്ല. ഹസാർഡ് മെയിൻലി ഒരിക്കലും റണ്ണിങ് കണ്ടീഷനിൽ ഹസാർഡ് ഇടില്ല. റണ്ണിങ് കണ്ടീഷൻ ഇടുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ പറയാം. ഹസാർഡ് കാണുമ്പം ബാക്കിൽ വരണവൻ മനസ്സിലാക്കിക്കോണം എന്തോ പ്രശ്നമുണ്ട് ഫ്രണ്ടിൽ. അവൻ ഇപ്പം വണ്ടി നിർത്തും, അവൻ വണ്ടി നിർത്താൻ പോവാണ്, എന്തോ പ്രശ്നമുണ്ട്. ഒന്നിൽ ചിലപ്പോൾ അവൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയതാവാം, അല്ലെങ്കിൽ അവന് വല്ല നെഞ്ചുവേന വന്നതാവാം, അല്ലെങ്കിൽ ഫ്രണ്ടിലൊരു കുഴി അങ്ങനെ എന്തേലും, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഫ്രണ്ടിൽ കണ്ടതാവാം, എന്തേലും ഹസാർഡാവാം. അതാണ് ഹസാർഡ്. അല്ലാതെ മഴയും മഞ്ഞും എന്ന് പറയുന്ന ഹസാർഡല്ല. ആൾക്കാർ ന്യായീകരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മഞ്ഞെന്ന് പറയുമ്പോൾ കാഴ്ച വിസിബിലിറ്റി കുറവാണ്, സോ അത് ഹസാർഡാണ്. അത് ആക്ച്വൽ ബ്ലണ്ടറാണ്. അതായത് ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു മഞ്ഞത്ത് ഓടിക്കുകയാണെന്ന് വെച്ചോ, അപ്പം ഈ ഹസാർഡ് ഇട്ട് നിങ്ങൾ പോവാണ്, ബാക്കിൽ നിന്ന് വരുന്ന ഒരാൾ കാണുവാണ്, നോക്കെ നിങ്ങൾ ഒരു 2 കിലോമീറ്ററായിട്ട് നിങ്ങളെ പുറകെ ഉണ്ട്, നിങ്ങൾ ഹസാർഡ് ഇട്ട് വരുവാണ്. പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ടിൽ ഒരു മഴവെള്ള പാച്ച അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് കാരണം റോഡ് എങ്ങില്ല, ഒരു വലിയ കൊക്കയാണ് ഫ്രണ്ടിൽ. നിങ്ങൾ വണ്ടി ചവിട്ടി അങ്ങ് നിർത്തേണ്ട സിറ്റുവേഷനാണ്. എമർജൻസി ബ്രേക്കിംഗ് ചെയ്ത് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷനാണ്. നിങ്ങൾ ചവിട്ടി നിർത്തി, ബാക്കി പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? നിങ്ങൾ അവിടെ ഒരു കുഴിയുണ്ട്, നിങ്ങൾ എമർജൻസി ബ്രേക്ക് ചെയ്തു, ഹസാർഡ് ലൈറ്റ് കത്തിക്കൊണ്ടാണ് ഹസാർഡ് ലൈറ്റ് കത്തി കിടക്കുന്നത്, പറഞ്ഞില്ലേ പ്രശ്നമുണ്ട്. അവൻ നേരെ വന്ന് നിങ്ങളെ ഇടിക്കും, നിങ്ങൾ ആ കൊക്കയിൽ പോകും. മനസ്സിലായ? അപ്പോൾ ഹസാർഡ് ലൈറ്റ് ഇടുന്ന അടുത്ത റണ്ണിങ് കണ്ടീഷനിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എമർജൻസി ബ്രേക്കിംഗ് സിനാറിയോ വരുന്ന സമയത്ത് നമ്മളിടും. അതായത് ഈ ഹസാർഡ് മുന്നിൽ കാണുവാണ് ദൂരെ, എസ്പെഷ്യലി നമ്മളിപ്പം നല്ല ഹൈവേയിൽ നല്ല സ്പീഡിൽ വരുവാണെന്ന് വെച്ചോ, ഒരു 120 100 സ്പീഡിലൊക്കെ വരുവാണ്. അപ്പം ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു കഞ്ചഷൻ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടു. അപ്പോൾ ഈ 120 വരുന്ന വണ്ടി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 300 മീറ്റർ ഒക്കെ വേണ്ടി വരും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ അത്രയും മുന്നേ നമ്മൾ ബാക്കിലുള്ളവനെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിലുള്ളവന് അതേ സ്പീഡിൽ വരുവാണ്. അപ്പോൾ നമ്മൾ ഹസാർഡ് ഇടാതെ ഒറ്റ ചവിട്ടൗട്ടാണ്, എമർജൻസി ബ്രേക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ വണ്ടി സ്ലോ ആണ്, അവൻ നേരെ വന്ന് നമ്മൾ ഇടിക്കും. അവൻ വിചാരിക്കും എന്താ, അവൻ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തിട്ട് ഇപ്പോൾ പോയി, അതായത് ബ്രേക്ക് ലൈറ്റ് കത്തും വിചാരിക്കും ഓക്കെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടാറുണ്ടല്ലോ, അപ്പോൾ ചെറുതായിട്ട് സ്ലോ ചെയ്തിട്ട് അങ്ങ് പോകുമായിരിക്കും എന്ന് വിചാരിച്ച് അവൻ സ്പീഡിൽ വരും. പക്ഷേ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ നേരെ ഒന്ന് ഇടിക്കും. അവർക്ക് കാരണം ദൂരം നിന്ന് വരുന്ന ആൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഡീസിലറേഷൻ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ബാക്കിൽ നിന്ന് വരുന്ന ആൾക്ക്. അതുകൊണ്ടാണ് ബാക്കിൽ നിന്ന് വന്ന ആൾക്കാർ ഇടിക്കുന്നത് നമ്മളെ സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനാണ് ഈ ഹസാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എമർജൻസി ബ്രേക്ക് ചെയ്യുവാണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്, വണ്ടി ഫ്രണ്ടിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് കാണിക്കും, പെട്ടെന്ന് ഹസാർഡ് ഇടുക. അപ്പം ബാക്കിലുള്ളവന് മനസ്സിലാവും ഓക്കെ അവൻ സ്ലോ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ അവൻ നിർത്താൻ പോവാണ്, ഞാനും സ്ലോ ചെയ്യണം. അപ്പോൾ അവന് ഹസാർഡ് ഇടും. അപ്പോൾ അവൻ്റെ ബാക്കിലുള്ളവനും മനസ്സിലാവും
മനസ്സിലായി? അതൊരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ഇപ്പം നാട്ടിലെ കുറേ സംവിധാനം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞ വര, ചെക്കർ ബോർഡ് സാധനങ്ങൾ, ഇതിലെ സ്റ്റോപ്പ് ചെയ്യരുത്, ഒരുപാട് സയൻസും സംഭവങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ട് ട്രാഫിക് കൺജഷൻസ് ഉണ്ടാകുന്നു ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും? ആർക്കോ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനം പോലെയാണ് ആൾക്കാർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. എനിക്കിത് ബാധകമല്ല എന്നുള്ള മൈൻഡ് സെറ്റാണ് ആൾക്കാർക്ക്. എന്നുവെച്ചാൽ ശ്രദ്ധിക്കില്ല, ആരും നോക്കാറില്ല. സൈൻ ബോർഡ് എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിച്ചാലല്ലേ അടുത്ത് അത് ഒബേ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഒരു പുതിയ NH വരുന്നുണ്ട്, 6 വരിപ്പാത ആക്കുവാണ്. അപ്പം അതിൽ യു ടേണുകളില്ല. അതിലെ കൂടെ ഓടിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു 5-6 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ സിലബസിൽ ഏറ്റവും ലാസ്റ്റാണ് ഈ ഹൈവേ ക്രൂസിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉള്ളത്. എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഹൈവേയിൽ ഓടിക്കണമെങ്കിൽ അത്രയും നല്ലൊരു ഡ്രൈവർ ആയതിനു ശേഷം അവനെ ഹൈവേയിൽ കൊണ്ട് കയറ്റുള്ളൂ. ഹൈവേ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ റിസ്ക് കൂടുതലാണ്. കാരണം ഹൈവേസിലാണ് ഫാറ്റൽ ആക്സിഡൻസ് കൂടുതലുണ്ടാകുന്നത്. നമ്മൾ ഒരു ചെറിയ അശ്രദ്ധ മതി. അതായത് ഇപ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ ഇടാതെ ചേഞ്ച് ചെയ്യാറുണ്ട് അതെ, മേർജിങ്ങും ഡൈവേർജിങ്ങും. അതായത് ഒരു ലൈൻ ചേഞ്ച് അല്ലെങ്കിൽ ഒരു സബ് റോഡിൽ നിന്ന് വന്ന് നമ്മൾ മെയിൻ റോഡിൽ കയറുവാണ്. അപ്പം പുറത്തൊക്കെ മിക്ക സ്ഥലത്തും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രീ വേ അല്ലെങ്കിൽ ഹൈവേയിൽ സബ് റോഡ് വന്ന് കയറുമ്പം കുറേ ദൂരം സബ് റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന് ചേർന്നുണ്ടാവും, എന്നിട്ടായിരിക്കും കയറുക അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് അറിയോ? അതെന്ന് വെച്ചാൽ നമ്മൾ സബ് റോഡിലോട്ട് ഈ മെയിൻ റോഡിലോട്ട് വന്ന് കയറുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന ആളുടെ സ്പീഡ് മാച്ച് ചെയ്യണം. നമ്മളെപ്പോഴും ലൈൻ ചേഞ്ച് ചെയ്യുമ്പം സ്ലോ ചെയ്തല്ല ലൈൻ ചേഞ്ച് ചെയ്യേണ്ടത്, സ്പീഡ് മാച്ച് ചെയ്തിട്ടാണ്. നമ്മൾ സ്പീഡ് കൂടുതലാണെങ്കിൽ സ്പീഡ് കുറയ്ക്കണം, സ്പീഡ് കുറവാണെങ്കിൽ സ്പീഡ് കൂട്ടണം. അപ്പോൾ ആ ഒരു ട്രാഫിക്, ആ ഒരു മേർജ് ചെയ്യുന്ന ലൈനിലുള്ള ട്രാഫിക്കിൻ്റെ സ്പീഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. മെഷർ ചെയ്ത് അതനുസരിച്ച് നമ്മൾ മാച്ച് ചെയ്യാൻ പറ്റണം. എന്നിട്ട് വേണം മേർജ് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഡൈവേർജ് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെയാണ് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴും. അപ്പോൾ ഈ ലൈൻ ചേഞ്ച് ചെയ്യുമ്പം ഇത്രയും സ്പീഡിൽ ബാക്കിൽ നിന്നൊക്കെ വണ്ടി വരുമ്പം ചിലർക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലർ ലൈക്ക് വണ്ടി അതായത് നല്ല ദൂരമായിരിക്കും, ഓക്കെ എനിക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ചേഞ്ച് ചെയ്യും. പക്ഷേ അവർ അവിടെ എത്തുമ്പോഴത്തേക്ക് ആളിങ്ങ് എത്തും. കാരണം അവരുടെ സ്പീഡും കൂടെ നമ്മൾ പൊസിഷൻ മാത്രം നോക്കിയാൽ പോരാ, സ്പീഡും കൂടെ നോക്കണം ഹൈവേസിൽ. അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പിന്നെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു കാര്യമാണ്. അതായത് 2 സെക്കൻഡ് റൂള്, 4 സെക്കൻഡ് റൂൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച് റൂൾസ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ല. സ്പീഡിനെയും റോഡ് കണ്ടീഷനൊക്കെ ബേസ് ചെയ്ത് ആണ് പറയാം. അതായത് ഇപ്പോൾ ഒരു നോർമൽ കണ്ടീഷനിൽ വെറ്റ് റോഡല്ല, ഡ്രൈ റോഡിൽ ഒരു 80 to 100 സ്പീഡിൽ പോകുന്ന ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് റൂൾ എന്ന് പറയും. അതായത് ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി ഇപ്പോൾ ഒരു ലാൻഡ്മാർക്ക്, ഒരു പോസ്റ്റ് ക്രോസ് ചെയ്തിട്ട് 1, 2 എന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളവിടെ എത്താവൂ. പക്ഷേ അവിടെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഡ്രൈവറിനെയും ബാധിക്കും. അതായത് ചിലർക്ക് റിയാക്ഷൻ കുറവാണെങ്കിൽ ഈ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇടണം, ലൈക്ക് 3 or 4 സെക്കൻഡ്സ് ഇടണം. ചിലർക്ക് ന്യൂബീസ് ലൈക്ക് പുതിയ ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് റിയാക്ഷൻ ടൈം കുറവായിരിക്കും. അപ്പോൾ അവർ കുറച്ചുകൂടെ ഗ്യാപ്പ് ഇടണം. അതൊരു ഫാക്ടറാണ്. പിന്നെ അടുത്ത് വെറ്റാണെങ്കിൽ, റോഡ് വെറ്റാണെങ്കിൽ ഈ 2 സെക്കൻഡ് പോരാ, 4 സെക്കൻഡ് ഇടണം. ഇനി സ്നോ ആണെങ്കിൽ 8 സെക്കൻഡ് ഇടണം. മനസ്സിലാവും? അത് ഒരു റെഫറൻസ് പോയിന്റ് പോലെയാണ്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ടിലുള്ളവൻ എമർജൻസി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവനെ പോയി ഇടിക്കരുത്. ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഹൈവേസിൽ എസ്പെഷ്യലി ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ലൈന്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് എല്ലാം റൈറ്റ് ലൈനിൽ കൂടെ പോകുന്ന കാണുന്നുണ്ട്. കമേഴ്ഷ്യൽ വെഹിക്കിൾസ് എപ്പോഴും ലെഫ്റ്റ് ലൈനാണ് കീപ്പ് ചെയ്യേണ്ടത്. എന്തായാലും കേരളത്തിൽ 6 ലൈൻ റോഡ് വരുമ്പോൾ ആക്സിഡൻസ് കൂടും, അത് ഓൾറെഡി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ റോഡിൽ ഓടിക്കുമ്പം 1 വേ ആണെങ്കിലും 6 ലൈൻ ആണെങ്കിലും എത്ര ലൈനായാലും സൂക്ഷിച്ച് ഓടിക്കുക. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വണ്ടി ഓടിക്കും കുറച്ച് ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്താണ് ആക്ച്വലി PSL റൂൾ എന്താണ്? PSL എന്ന് വെച്ചാൽ പൊസിഷൻ സ്പീഡ് ലുക്ക് എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. വേറൊരു ഇമ്പോർട്ടൻ്റ് റൂള് MSM, PSL-ആയിട്ട് ബന്ധപ്പെട്ടതുള്ള തന്നെ. അതായത് മിറർ സിഗ്നൽ മാനുവർ. അതായത് നമ്മളൊരു മാനുവർ ചെയ്യുന്നതിന് മുന്നേ മിറർ നോക്കുക, സിഗ്നൽ ചെയ്യുക, മാനുവർ ചെയ്യുക. എന്തൊരു മാനുവർ, റോഡിലോട്ട് കയറുന്നതിലും റോഡിൽ നിന്ന് ഇറങ്ങുന്നതാണെങ്കിലും ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിലും ഏതൊരു മാനുവർ ആണെങ്കിലും. അപ്പോൾ ആദ്യം MSM ഉപയോഗിച്ച് പൊസിഷൻ കറക്റ്റ് ആക്കുക. അതാണ് PSL-ൻ്റെ പൊസിഷൻ. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഇൻ്റർസെക്ഷൻ അപ്രോച്ച് ചെയ്യാണ്. നമ്മളെ റോഡിൽ 2 ലൈൻ ആവാം, നമ്മുടെ സിംഗിൾ ലൈൻ ആവാം. അപ്പോൾ നമ്മൾ അടുത്ത് ചെന്ന് കയറേണ്ട റോഡ് 2 ലൈൻ ആവാം, സിംഗിൾ ലൈൻ ആവാം. പല സിറ്റുവേഷൻസ് വരാം. അപ്പോൾ ഈ സിറ്റുവേഷൻസിൽ നമ്മളെ പൊസിഷൻ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 ലൈൻ റോഡാണെങ്കിൽ നമ്മൾ എന്താ റൈറ്റ് ആണ് പോകണമെങ്കിൽ റൈറ്റ് ലൈൻ കീപ്പ് ചെയ്യും, ലെഫ്റ്റ് ആണ് പോകണമെങ്കിൽ ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്യും. ഇപ്പോൾ 3 ലൈൻ ആണെങ്കിൽ സ്ട്രൈറ്റ് പോകണമെങ്കിൽ നടുക്കത്ത് കീപ്പ് ചെയ്യും. ഇവിടെ ചിലരുണ്ട് റൈറ്റ് പോകണമെങ്കിലും ലെഫ്റ്റ് കയറി ഇങ്ങനെ വന്നിട്ട് വരും. അപ്പോൾ ലെഫ്റ്റ് പോകണവർ ചിലർ എക്സ്ട്രീം റൈറ്റ് റോഡിൻ്റെ റൈറ്റിൽ കൂടെ വന്നിട്ട് നമ്മൾ സ്ട്രൈറ്റ് പോകണവനെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ കയറി പോകും.
പൊസിഷൻ കറക്റ്റ് ആക്കുക. ലെഫ്റ്റ് പോകണ ലെഫ്റ്റ് ലൈൻ പിടിക്കുക, റൈറ്റ് പോകണ റൈറ്റ് ലൈൻ പിടിക്കുക, അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു റോഡിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പൊസിഷൻ ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻ്റർസെക്ഷൻ അപ്രോച്ച് ചെയ്യാണ്. എന്തായാലും ചിലപ്പോൾ സ്ലോ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സ്ലോ ചെയ്യേണ്ടി വരില്ല. അതായത് കൺട്രോൾഡ് ഇൻ്റർസെക്ഷൻ ആണ്, ഗ്രീൻ സിഗ്നലാണ്, ചിലപ്പോൾ നമ്മൾ സ്ലോ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അൺകൺട്രോൾഡ് ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ നമുക്ക് മിക്കവാറും സ്ലോ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടുത്തെ റോഡ് ചിലപ്പോൾ 3rd ഗിയറിൽ പോകാൻ പറ്റും, ചിലപ്പോൾ 2nd ഗിയറിൽ പോകാൻ പറ്റും, ചിലപ്പോൾ 1st ഗിയറിലായിരിക്കും പോകാൻ പറ്റുക. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്പീഡും ആ സ്പീഡിന് മാച്ച് ആയിട്ടുള്ള ഗിയറും ചൂസ് ചെയ്യുക. അതാണ് PS. അത് കഴിഞ്ഞ് ലുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യുക, അത് പോണോ വേണ്ടതെന്ന് ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ നമ്മൾ സ്പീഡ് ഓക്കെ 2nd ആക്കി, വണ്ടികളൊന്നുമില്ല, നമ്മൾ ഡിസൈഡ് ചെയ്തു പോകാൻ, നമ്മളങ്ങ് പോവുക. അല്ല നമ്മൾ വണ്ടികൾ പൊക്കോണ്ടേ ഇരിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ വണ്ടി നിർത്തുക. അതാണ്, അത്രേ ഉള്ളൂ ഡിസിഷൻ. അതാണ് PSL റൂൾ എന്ന് പറയുന്നത്. ഓരോ ഇൻ്റർസെക്ഷനിലും നമ്മൾ പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂളാണ്. അതുപോലെ ചെന്ന് കയറുന്ന റോഡിൻ്റെ പൊസിഷനിലും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റൈറ്റ് ലൈനിൽ കൂടെ അപ്പുറത്ത് ചെന്ന് കയറുമ്പം അവിടുത്തെ റൈറ്റ് ലൈനിൽ കയറണം. ലെഫ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് കയറുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ചെന്ന് ചിലപ്പോൾ ഇപ്പുറത്തെ ലൈനിലായിരിക്കും പോയി കയറണം, ഓപ്പോസിറ്റ് വരേണ്ട വണ്ടികളുടെ ലൈനിൽ പോയി കയറും ചിലർ, അപ്പോഴത്തേക്കും ബ്ലോക്ക് ആവും. അപ്പോൾ പൊസിഷൻ, അതാണ് PSL റൂൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷനിൽ നമ്മൾ ഒരു ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പൊസിഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് EV ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി EV ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം ഈ EV ഡ്രൈവ് ചെയ്യുന്നത് സാധാ ഐസ് വെഹിക്കിൾ ഓടിക്കുന്ന പോലെ അല്ല EV ഓടിക്കേണ്ടത്. ഇപ്പോൾ റേഞ്ച് കൂട്ടാനാണെങ്കിൽ അല്ലെങ്കിൽ ടയർ, എനിക്ക് ഏറ്റവും വന്ന പ്രശ്നം ആദ്യത്തെ വണ്ടി കിട്ടിയ ഒരു ആക്രാന്തത്തിൽ ഞാൻ ചവിട്ടിപ്പിടിച്ച് ഓടിച്ചു, ടയർ തേഞ്ഞിപ്പോൾ തീരാറായി. അപ്പം പിന്നെ റേഞ്ച് 280 പറഞ്ഞെങ്കിലും എനിക്ക് 280 കിട്ടുന്നില്ല, ആകെ 200 കിട്ടി, 240. റേഞ്ച് ഭയങ്കരമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചാൾ ഓടിച്ചോടിച്ച് ശീലമായി കഴിഞ്ഞ് ഇപ്പോൾ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പം ഇപ്പോൾ എനിക്ക് നല്ലപോലെ റേഞ്ച് കിട്ടുന്നതുകൊണ്ട് ടയർ അങ്ങനെ തേയുന്നില്ല. എങ്ങനെയാണ് നമ്മളൊരു EV ഓടിക്കുന്ന ആൾ കറക്റ്റായിട്ട് EV ഓടിക്കേണ്ടത്? EV എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു മോട്ടറാണ് ബേസിക്കലി. മോട്ടർ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കറങ്ങുന്നു, ആക്സിലേറ്റർ കാലെടുക്കുമ്പോൾ വണ്ടി സ്ലോ ആവുന്നു, ബ്രേക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ലോ ആവുന്നു, അത്രേ ഉള്ളൂ. അതിൽ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സോ ട്രാൻസ്മിഷൻസോ ഒന്നുമില്ല. അപ്പോൾ ടോർക്ക് നല്ല കൂടുതലാണ്. ഇങ്ങനെ കൺസിഡർ ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ഗിയർ പോലെ ഒറ്റ ഗിയറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ ഒരുപാട് ചവിട്ടുമ്പോൾ പിന്നെ ഇവർ EV മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇവർ പഴയ IC എൻജിൻസ് ഓടിച്ചിട്ടാണല്ലോ നമ്മൾ EVയിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു മാച്ചിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് പോലെ, അതായത് എൻജിൻ ബ്രേക്കിങ്ങിന് ഇക്വലൻ്റ് ആയിട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. പിന്നെ ആക്സിലേറ്റർ ചവിട്ടിയാലും പതുക്കെ കറങ്ങുള്ളൂ, വേണമെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ കറക്കാം. എന്ന് വെച്ചാൽ ഒരു സ്പോർട്സ് മോഡിൽ കുറച്ചുകൂടെ സ്പീഡിൽ കറങ്ങും. അതിനും ആ ഒരു IC എൻജിൻ്റെ ഫീൽ കിട്ടുന്ന രീതിയിൽ മാക്സിമം കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പം ബേസിക്കലി ഈ ടയർ തേയുന്നതും പിന്നെ റേഞ്ച് കിട്ടാത്തതും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് ഈ ആക്സിലേറ്റർ കുറച്ച് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് അതൊന്ന് കറങ്ങി വരാനായിട്ട്. IC എൻജിൻ പോലെ, IC എൻജിനിൽ കുറച്ച് അധികം സമയം വേണം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സമയം ആവശ്യമില്ല, ടെക്നിക്കലി ആവശ്യമില്ല. പക്ഷേ അവരത് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു ഫീല് കിട്ടാൻ. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒറ്റ പോക്കം പോകും വണ്ടി, അപ്പോൾ കൂടുതൽ തേയത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ആക്സിലേറ്റർ കൊടുത്തിട്ട് ആയില്ല എന്നൊക്കെ വിചാരിച്ച് ഒറ്റ ചവിട്ട്. പിന്നെ EVയിൽ ചവിട്ടുമ്പോൾ ഒരു ഫീല് കിട്ടും. ചിലർക്ക് ലൈക്ക് ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ആ ഒരു ആ ഫോഴ്സ് കിട്ടുമ്പോൾ ഒരു ആവേശം കയറിയിട്ട് വീണ്ടും ചവിട്ടും ഇടയ്ക്കിടയ്ക്ക്, ചുമ്മാ ഇങ്ങനെ ആക്സിലേറ്റർ ചവിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടയർ പെട്ടെന്ന് ചെയ്യുന്നതും റേഞ്ച് കിട്ടാത്തത്. ഏറ്റവും നല്ലപോലെ റേഞ്ച് കിട്ടണമെങ്കിൽ അതിൽ KW എന്ന് പറഞ്ഞിട്ട് ഒരു റീഡിങ് ഉണ്ടാവും, അത് കുറഞ്ഞിരിക്കണം. അപ്പോൾ അത് കുറഞ്ഞിരിക്കണമെങ്കിൽ ആക്സിലേറ്റർ കണക്കിന് കൊടുക്കുക, കുറച്ച് കൊടുക്കുക, വെയിറ്റ് ചെയ്യുക, കുറച്ച് കൊടുക്കുക, വെയിറ്റ് ചെയ്യുക, അങ്ങനെ പതുക്കെ ഗ്രാജുവലി ആക്സിലേറ്റർ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഒറ്റയടി ചവിട്ടി കളിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഒരുപാട് കാറുകളിൽ ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് ഓട്ടോമേറ്റഡ് ഡ്രൈവിങ്ങിൻ്റെ, അതായത് ഡ്രൈവർ അസിസ്റ്റ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ലൈൻ കീപ്പർ സിസ്റ്റം, ഓട്ടോ ബ്രേക്കിംഗ്, കൊളിഷൻ വാർണിങ്ങും, അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും? ADAS നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നല്ല റോഡ് വേണം. ഇന്ത്യയിലെ ഒരു 4% റോഡിൽ മാത്രമേ ഈ ADAS പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ. അപ്പോൾ നമ്മൾ ADAS ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, നിങ്ങൾ ഇപ്പം മാർക്കറ്റ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാക്സിമം ADAS ഓഫ് ചെയ്തിടുക. കാരണം അതായത് അത് ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ്, ഒരു XUV 700 ഒരു ആക്സിഡൻറ്റ് വീഡിയോ കണ്ടിട്ടുണ്ടോ? അതായത് ഒരു ഓട്ടോ, ഇയാളിങ്ങനെ പോവുകയാണ്, ADAS ഓണാക്കി ഇങ്ങനെ പോവുകയാണ്, ഒരു ബിസി സ്ട്രീറ്റ് പോലത്തെ സ്ഥലമാണ്. ഒരു ഓട്ടോ ജസ്റ്റ്, ഓട്ടോക്കാരറിയാലോ, ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങ് പോകും. അപ്പം അവർ ഓട്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ എടുത്ത് കട്ട് ചെയ്തങ്ങ് പോയി. അപ്പോഴത്തേക്കും വണ്ടി എന്ത് വിചാരിച്ചു, ഫോർവേഡ് കൊളീഷൻ ആണെന്ന് വിചാരിച്ചു, വണ്ടി ഒറ്റ ബ്രേക്ക് ചെയ്തു, ബാക്കിൽ നിന്ന് വന്നവൻ ഇയാളെ വന്ന് ഇടിച്ചു.
അവിടെ നമ്മളാണ് ഡ്രൈവ് ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ റോഡ് ഇങ്ങനെയാണ്, ഈ ഓട്ടോക്കാരി പൊക്കോളും, അയാളെ പാട്ടിനൊക്കെ പൊക്കോളും നമുക്കറിയാം, നമ്മൾ ബ്രേക്ക് അങ്ങനെ ചവിട്ടൂല. കാരണം നമുക്കതറിയാം. ഈ അഡാസ് ഒക്കെ മിക്കതും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കമ്പനീസ് അല്ല, പുറത്തുള്ള കമ്പനീസും. പുറത്ത് കമ്പനീസിനുപരി ഡാറ്റയാണ് ഈ അഡാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി ഈ ടെസ്ല പോലത്തെ സാധനങ്ങൾ മിക്കതും ക്യാമറ ബേസ്ഡ് ആണ്, വിഷൻ ബേസ്ഡ് ആണ്. ഈ വിഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഈ ക്യാമറ എന്താണോ കാണുന്നത് അത് റഡാറും ഉണ്ടാവും, ലിഡാർ ഇല്ല. ലിഡാറാണ് ഫുള്ളി ഓട്ടോണമസ് കാർസിൽ കൂടുതലും വരുന്നത്. പക്ഷേ ലിഡാർ ഭയങ്കര കോസ്റ്റ്ലി ആണ്, അപ്പം അത് നമ്മളെ കൺസ്യൂമർ കാർസിൽ വെക്കാൻ പറ്റില്ല. ബേസിക്കലി വിഷൻ ബേസ്ഡ് അൽഗോരിതമാണ്. അപ്പോൾ ഈ വിഷൻ ബേസ്ഡ് അൽഗോരിതം ഇതിന് ഇതുപോലത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യൻ റോഡ്സിൽ. ഇതുപോലെ ആൾക്കാർ ഈ ഓട്ടോയും ഇതൊക്കെ ഇങ്ങനെ ക്രോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. പിന്നെ ലൈൻസ്, റോഡ് മാർക്കിങ്സ് ഒക്കെ പ്രോപ്പർ വിസിബിൾ ആയിരിക്കണം. റീസെൻ്റ്ലി ഏറ്റവും പുതിയതായിട്ട് ഇപ്പം ടെസ്ല മുംബൈയിൽ അതിൻ്റെ ഷോറൂം തുറന്നു. സോ ടെസ്ല ഈസ് കമ്മിങ് ടു ഇന്ത്യ. അപ്പം ഓട്ടോണമസ് ഡ്രൈവിംഗ് ആണ് അവർ പറയുന്നൊരു ഫീച്ചർ ഇന്ത്യയിൽ. അപ്പം അതിൻ്റെ ഭാവി എന്തായിരിക്കും, അതിൻ്റെ പോസിബിലിറ്റി എന്തായിരിക്കും ഇതുപോലെ പശുവും ഓട്ടോയും ഒക്കെ ഉള്ള ഇന്ത്യയിൽ? എനിക്ക് തോന്നുന്നു ടെസ്ലയുടെ ഇത്രയും കാലത്ത്, എലോൺ മസ്കിൻ്റെ ഇത്രയും കാലത്ത് ലൈഫിൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് അനുഭവിക്കാൻ പോണത് ഇനിയാണ്. കാരണം ഇന്ത്യൻ റോഡ്സ് എന്ന് പറയുന്നത് ബാക്കി റോഡ് പോലെ അല്ല, ഭയങ്കര ഡിഫറൻ്റ് ആണ്. ട്രാഫിക് ഡിഫറൻ്റ് ആണ്, ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഡിഫറൻ്റ് ആണ്. റോഡിൽ പ്രോപ്പർ മാർക്കിംഗ് ഇല്ല. ഒരു 90% റോഡ്സിലും പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യില്ല. അഡാസ് ഫീച്ചർ അല്ലെങ്കിൽ ഓട്ടോണമസ് ഫീച്ചർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. റിസ്ക് അതുപോലെ കൂടുതലാണ്. അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോണമസ് നമുക്ക് പറയാൻ പറ്റില്ല. ഫുള്ളി ഓട്ടോണമസ് ആക്ച്വലി ഇന്ത്യയിൽ ഇല്ലീഗലാണ്. ഫുള്ളി ഓട്ടോണമസ് എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിലിരുന്നാൽ മതി, ഡ്രൈവറിൻ്റെ ആവശ്യമില്ല, ഡ്രൈവർ വേണ്ട, ഡ്രൈവർ സീറ്റിൽ ആളെ വേണ്ട. അതാണ് ഫുള്ളി ഓട്ടോണമസ് പറയുന്നത്. ഈ ഫുള്ളി ഓട്ടോണമസ് ശരിക്കും ലീഗലി ഇന്ത്യയിൽ പോസിബിൾ അല്ല, ഫസ്റ്റ് തിങ്. പിന്നെ ഈ ഓട്ടോണമസ് എന്ന് അവർ പറയണമെങ്കിലും അതിൽ നമ്മൾ അപ്പോൾ ഫുള്ളി ഓട്ടോണമസ് അല്ലെങ്കിൽ ആളെന്തായാലും വേണം അല്ലേ. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ഹൈവേയിലൊക്കെ ലോങ് ഒക്കെ പോകുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് വെറുതെ കയ്യും കെട്ടിയിരുന്നാൽ മതി. പക്ഷെ നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. നമ്മൾ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ടെസ്ല സൈഡിൽ ഒതുക്കി നിർത്തും, വണ്ടി ഓടൂല. നമ്മളെ പ്രസൻസ് അവിടെ വേണം. ടെസ്ലയിലാണേലും ഏത് ഓട്ടോണമസിലാണേലും ഇപ്പോഴത്തെ ഇന്ത്യൻ റോഡിൽ വേണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അല്ലെങ്കിൽ ദുബായ് പോലത്തെ അത്രയും അടിപൊളി റോഡൊക്കെ ഇനി വരണം. എന്ന് വെച്ചാൽ പ്രോപ്പർ റോഡ് മാർക്കിങ്ങും എല്ലാ റോഡിലും എല്ലാ ഇൻ്റർസെക്ഷനിലും എല്ലാം കറക്റ്റ് മാർക്കിംഗ് മാത്രം പോരാ, ആൾക്കാരും അതുപോലെ ഡിസിപ്ലിനായിട്ട് പോകണം. എന്നാൽ മാത്രമേ പ്രോപ്പർ അത് വർക്കിംഗ് ആവുള്ളൂ. ഇപ്പം ഇവിടെ സാധാ ഒരു EV മാർക്കറ്റിലെ ഒരു കാറ്, അതിപ്പോൾ വേറെയും കമ്പനി വന്നിട്ടുണ്ട്, വിയറ്റ്നാം ഒരു കമ്പനി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് EV കമ്പനീസ് ഇനിയും വരും. ഈ ഭയങ്കര കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആവും EV എന്ന് പറഞ്ഞാൽ. EV എന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്താ പറയുക, ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്ക് ഈ ടെസ്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കമ്പ്യൂട്ടറാണ്. ഓക്കെ, അത് ഒരു ചലിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്. അതൊരിക്കലും ഒരു കാറെന്ന് ഓട്ടോമൊബൈൽ നമുക്ക് പറയാൻ പറ്റില്ല, കമ്പ്യൂട്ടർ എന്നേ പറയാൻ പറ്റൂ. അത്രയും ക്ലൗഡ് ബേസ്ഡ് ആണ് എല്ലാ സോഫ്റ്റ്വെയർ, എല്ലാ അൽഗോരിതം ബേസ് ചെയ്തിട്ടാണ് ഈ ഫുൾ വർക്ക് ചെയ്യണം. അത് വിഷൻ ബേസ്ഡ് അൽഗോരിതമാണ്. അതുകൊണ്ട് വിഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യാൻ പോകില്ല. വിഷൻ പ്രോപ്പർ ആയിരിക്കണം. വിഷൻ എന്ന് പറയുമ്പോൾ റോഡ് മാർക്കിംഗ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ നിരത്തിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയുള്ള ഒരു വലിയ ചർച്ചയാണ് കഴിഞ്ഞത്. അപ്പം ഇവിടെ റോഡ് റൂൾസ് ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് എങ്ങനെ ഫോളോ ചെയ്യണമെന്നും യഥാർത്ഥത്തിൽ ഡ്രൈവ് ചെയ്യേണ്ട ഒരു മെത്തേഡ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ.